നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രസിഡന്റ് ദ്രൗപദി മുർമു ഗീവ്സ് എവേ ഗാലൻട്രി അവാർഡ്സ് അറ്റ് രാഷ്ട്രപതി ഭവൻ. പ്രസിഡന്റ് ദ്രൗപദി മുർമു 10 കീർത്തി ചക്ര അവാർഡ്സ് കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ 7 പോസ്റ്റ്മസ്ലിയാണ് കൊടുക്കുന്നത്. അതായത് മരണശേഷമാണ് ആ പേഴ്സണ് കൊടുക്കുന്നത്. അപ്പൊ ആർമിയിലെയും പാരാമിലിറ്ററി ഫോഴ്സസിലെയും ഒക്കെ വളരെ ഇൻഡോമിറ്റബിൾ ആയിട്ടുള്ള കറേജും എക്സ്ട്രോർഡിനറി വാല്യൂ ഒക്കെ ഡ്യൂട്ടിയിൽ കാണിച്ച ആളുകൾക്കാണ് ഈ ഒരു അവാർഡ് സമ്മാനിക്കുന്നത്. കീർത്തി ചക്ര എന്ന് പറയുന്നത് ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് പീസ് ടൈം ഗാലൻട്രി അവാർഡാണ്. അപ്പോ ഇത് കൂടാതെ 26 ശൗര്യചക്ര അവാർഡ്സും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് 7 പോസ്റ്റ്മസ്ലിയാണ് കൊടുക്കുന്നത്. ശൗര്യചക്ര എന്ന് പറയുന്നത് ഇന്ത്യയിലെ തേർഡ് ഹയസ്റ്റ് പീസ് ടൈം ഗാലൻട്രി അവാർഡാണ്. അശോക് ചക്രയ്ക്കും കീർത്തി ചക്രയ്ക്കും ശേഷമാണ് വരുന്നത്. കീർത്തി ചക്ര എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതൊരു ഇന്ത്യൻ മിലിറ്ററി ഡെക്കറേഷൻ അവാർഡാണ് ഫോർ സെൽഫ് സാക്രിഫൈസ് ഓർ കറേജിയസ് ആക്ഷൻ അവേ ഫ്രം ദ ഫീൽഡ് ഓഫ് ബാറ്റിൽ. സോ ഫീൽഡ് ഓഫ് ബാറ്റിൽ നിന്ന് സെൽഫ് സാക്രിഫൈസും കറേജ് ഓഫ് ആക്ഷനും ഒക്കെ കാണിച്ചവർക്കാണ് ഇത് കൊടുക്കുന്നത്. ഇത് സിവിലിയൻസിനും അവേ ഫ്രം ദ ഫീൽഡ് ഓഫ് ബാറ്റിൽ ഫീൽഡ് അല്ലാതെ ഉള്ളിടത്ത് ഇത് സിവിലിയൻസിനും മിലിറ്ററി പേഴ്സൺസിനും കൊടുക്കുന്നുണ്ട്. പോസ്റ്റ്മസ് അവാർഡ്സ് ആയിട്ടും ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് മഹാവീർ ചക്രയ്ക്ക് ഈക്വൽ ആയിട്ടാണ്, ഒരു പീസ് ടൈം അവാർഡ് ആയിട്ടാണ് കീർത്തി ചക്ര വരുന്നത്. നെക്സ്റ്റ് ശൗര്യ ചക്രയാണ്. ഇന്ത്യൻ മിലിറ്ററി ഡെക്കറേഷൻ അവാർഡ് തന്നെയാണ്. ഇത് കറേജിയസ് ആയിട്ടുള്ള സെൽഫ് സാക്രിഫൈസും ആക്ഷനും ഒക്കെ കാണിച്ചവർക്കാണ്. ഇത് ആക്ച്വലി ഡയറക്ട്ലി എനിമിയുമായിട്ട് എൻഗേജ് ചെയ്ത ആളുകൾക്കല്ല ഇതിനകത്ത് വരുന്നത്. ഇത് സിവിലിയൻസിനും മിലിറ്ററി പേഴ്സൺസിനും ചില സമയത്ത് പോസ്റ്റ്മസ്ലി ഈ അവാർഡ് നൽകാറുണ്ട്. ഗാലൻട്രി അവാർഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോ ആദ്യത്തെ 3 ഗാലൻട്രി അവാർഡ്സ് എന്ന് പറയുന്നത് പരംവീർ ചക്ര, മഹാവീർ ചക്ര ആൻഡ് വീർ ചക്രയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറൌണ്ട് 26 ജനുവരി 1950. അത് ഡീംഡ് ഇൻ എഫക്ട് ഫ്രം 15th ഓഗസ്റ്റ് 1947. ഇനി 1952 മറ്റ് 3 ഗാലൻട്രി അവാർഡ്സ് എന്ന് പറയുന്നത് അശോക് ചക്ര ക്ലാസ് 1, അശോക് ചക്ര ക്ലാസ് 2, അശോക് ചക്ര ക്ലാസ് 3 എന്നുള്ളതൊക്കെയായിരുന്നു. ഇത് ഇഫക്റ്റിൽ വന്നത് 15th ഓഗസ്റ്റ് 1947 മുതലാണ്. 1967 ഈ അവാർഡ്സിന്റെ പേര് മാറ്റിയിട്ട് അശോക് ചക്ര, കീർത്തി ചക്ര ആൻഡ് ശൗര്യ ചക്ര എന്നിങ്ങനെയുള്ള പേര് കൊടുത്തു. നെക്സ്റ്റ് കച്ചി ന്യൂ ഇയർ. So Ashadi Bij falls on the second day of Shukla Paksha of Ashadi month of Hindu calendar. So Ashadi Bij അതാണ് കച്ചി ന്യൂ ഇയർ എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഹിന്ദു കലണ്ടറിലെ ആഷാഢ മന്തിലെ ശുക്ലപക്ഷത്തിന്റെ സെക്കൻഡ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു ഗുജറാത്തിലെ കച്ച് റീജിയൻ, ആ പേരിൽ തന്നെ ഉണ്ട്. കച്ചി ന്യൂ ഇയർ എന്ന് പറയുന്നത് ഗുജറാത്തിലെ കച്ച് റീജിയനിലാണ് ഇത് ഉള്ള ഒരു ഫെസ്റ്റിവൽ ആണിത്. ആക്ച്വലി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് റെയിനി സീസൺ, അതായത് മൺസൂണിന്റെ ബിഗിനിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. അപ്പോൾ ഈ ആഷാദി ബിജിന്റെ സമയത്ത് അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചർ ചെക്ക് ചെയ്യാറുണ്ട്. ഇത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ കമ്മിങ് മൺസൂണിൽ, വരാനിരിക്കുന്ന മൺസൂണിൽ ഏത് ക്രോപ്പ് ആണ് ബെസ്റ്റ് ആയിട്ട് സ്യൂട്ട് ആകുക എന്നുള്ളത് പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചർ ഇവർ ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വേൾഡ് ഫേമസ് രഥയാത്ര ഇൻ പൂരി. ഇപ്പൊ ജഗന്നാഥ് രഥയാത്ര എന്നാണ് അത് അറിയപ്പെടുന്നത്. ആക്ച്വലി ഇതൊരു ഹിന്ദു ഫെസ്റ്റിവൽ ആണ്. ഇത് ലോർഡ് ജഗന്നാഥും അതേപോലെ അദ്ദേഹത്തിന്റെ എൽഡർ ബ്രദർ ആയിട്ടുള്ള ലോർഡ് ബാലഭദ്ര, സിസ്റ്റർ ദേവി സുഭദ്ര, അതായത് ഇത് മഹാഭാരതത്തില് കൃഷ്ണൻ, ബലരാമൻ, സുഭദ്ര, ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഇതൊരു 9-day ആനുവൽ സജോൺ ആണ്. ഇത് ജഗന്നാഥന്റെ ബർത്ത് പ്ലേസിലാണ് നടക്കുക. ഈ യാത്ര എന്ന് പറയുന്നത് ഒരു 2-day അഫയർ ആയിട്ടാണ്, അതായത് 9-day ആനുവൽ റിച്വൽ ആയിട്ടാണ് നടക്കാറ്. ഒരു 53 വർഷങ്ങൾക്ക് ശേഷം ഇതൊരു 2-day അഫയർ ആയിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ കുറച്ച് സെലസ്റ്റിയൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒരു 2-day ഇവന്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് മെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇത് വിച്ച് വാസ് ലാസ്റ്റ് ഹെൽഡ് ഫോർ 2 days in 1971. ഇപ്പൊ 2 ദിവസത്തേക്ക് വേണ്ടി ആകെ നടന്നത് 1971 സമയത്താണ്. ഈ രഥയാത്ര എന്ന് പറയുന്നത് ഒഡിയ മന്ത് ഓഫ് ആഷാദ ശുക്ല തിഥി. ആഷാദ ശുക്ല തിഥി ഒരു ഒഡിയ മന്തിലെ സെക്കൻഡ് ഡേയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാ വർഷവും. ഈ ഐഡിയോൾസ് ഗുഡിജ ടെമ്പിളിലേക്ക് എടുത്തിട്ട് പോവാണ് ചെയ്യുന്നത്. അത് പിന്നീട് ബഹൂദയാത്ര എന്ന് പറഞ്ഞാൽ റിട്ടേണിംഗ് കാർ ഫെസ്റ്റിവൽ, അവിടുന്ന് തിരിച്ചു കൊണ്ടുവരുന്നവരെ അത് അവിടെ തന്നെ സ്റ്റേ ചെയ്യും. ഗുഡിജ ടെമ്പിളിൽ തന്നെയാണ് അത് സൂക്ഷിച്ചു വെക്കുക. അപ്പൊ ഈ ചാരിയറ്റ്സിന്റെ വീൽസ് എന്ന് പറയുന്നത്, അതായത് ജഗന്നാഥ് രഥയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ചാരിയറ്റ്സിന്റെ വീൽസ് എന്ന് പറയുന്നത് ഫാസി ട്രീലോക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഈ ഫെസ്റ്റിവൽ 12th century CE മുതൽ തന്നെ നടക്കുന്നുണ്ട്. ഈ ജഗന്നാഥ് ടെമ്പിൾ ബിൽഡ് ചെയ്തത് കിങ് ആനന്ദവർമ്മൻ ചോടഗംഗ ദേവയാണ്. NCPCR declares mica mines in Jharkhand child labor free. NCPCR എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ആണ്. അപ്പൊ ജാർഖണ്ഡിലെ മൈക്ക മൈൻസ് ചൈൽഡ് ലേബർ ഫ്രീ ആയിരിക്കണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ജാർഖണ്ഡിലെ കൊഡർമയിൽ വെച്ച് നടന്ന ഒരു ഇവന്റിലാണ് അത് ഡിക്ലെയർ ചെയ്തത്.
20,000-ഓളം കിഡ്സ് ആണ് പ്രീവിയസ്ലി ചൈൽഡ് ലേബറിൽ ഈ ഇവിടുത്തെ മൈൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വർക്കിംഗ് ചിൽഡ്രൻ അപ് ടു 14 ഇയേഴ്സ് ഓഫ് ഏജ് ആർ കോൾഡ് ചൈൽഡ് ലേബർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ചൈൽഡ് ലേബർ എന്ന് കണക്കാക്കുന്നത് 14 വയസ്സ് വരെ അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളെയാണ്, അതിന്റെ ഉള്ളിൽ ഏജ് ഉള്ള വർക്ക് ചെയ്യുന്ന കുട്ടികളെയാണ്. ഇപ്പൊ നോബൽ ലോറേറ്റ് ആയിട്ടുള്ള കൈലാഷ് സത്യാർത്ഥി ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്, ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. ഇവരാണ് ചൈൽഡ് ലേബർ ഫ്രീ മൈക്ക എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും ലോക്കൽ കമ്മ്യൂണിറ്റീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ NCPCR, അതായത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് എന്താണെന്ന് നോക്കാം. NCPCR എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്. CPCR ആക്ട് 2005ന്റെ പ്രൊവിഷൻസിന്റെ അണ്ടറിലാണ് ഇത് സെറ്റപ്പ് ചെയ്തത്. NCPCR എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് 2007 മുതലാണ്. ഇത് യൂണിയൻ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് അണ്ടറിലാണ് വരുന്നത്. NCPCR എന്ന് പറയുന്നത് ഇത് എൻഷുർ ദ റൈറ്റ്സ് ഓഫ് ദി ചിൽഡ്രൻ, അതായത് മെയിൻ ആയിട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പോലുള്ള റൈറ്റുകൾ എൻഷുർ ചെയ്യുന്നുണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ആണ്. കൂടാതെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് പോക്സോ ആക്ട് 2012 ഇതും ഇതിന്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ 18 അപ് ടു 18 ഇയേഴ്സ് ഓഫ് ഏജ് വരുന്ന ചിൽഡ്രൻസിനെയാണ് NCPCR ചൈൽഡ് ആയിട്ട് കണക്കാക്കുന്നത്. NCPCRനകത്ത് ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, 6 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ 6 മെമ്പേഴ്സിൽ 2 പേര് വുമൺസ് ആയിരിക്കണം. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ പ്രിയങ്ക് ഖനൂംഗോ ആണ്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 എന്താണെന്ന് കൂടെ ജസ്റ്റ് നോക്കാം. അപ്പൊ ഈ ആക്ട് പ്രകാരം ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 വയസ്സ് തികയാത്ത കുട്ടിയാണ് ചൈൽഡ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഈ ആക്ടിനകത്ത് 18 ഒക്യുപ്പേഷൻസിൽ നിന്നും 65 പ്രോസസ്സിൽ നിന്നും ചിൽഡ്രൻസിനെ എംപ്ലോയ് ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ഷെഡ്യൂൾ ആക്ടിന്റെ സെക്ഷൻ 3 പാർട്ട് A പാർട്ട് B ാണ് വരുന്നത്. അതുപോലെ ഈ ആക്ടിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് that enforce the enforcement of the provisions of act lies with the state government. അപ്പൊ ഈ ആക്ടിന്റെ എൻഫോഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. ഈ പ്രൊഡക്ഷൻ ഓഫ് മൈക്ക, അത് വേൾഡിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ചൈനയാണ്. ഇന്ത്യയുടെ സ്ഥാനം 8th ആണ്. 8th ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മൈക്ക ആണ് ഇന്ത്യ. ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് മൈക്ക ഇന്ത്യ ആണ്, ഫോളോഡ് ബൈ ചൈന, രണ്ടാമത് ചൈന. ഇനി ഇന്ത്യക്കകത്ത് ഏത് സംസ്ഥാനമാണ് ലാർജസ്റ്റ് മൈക്ക പ്രൊഡ്യൂസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് ആണ് ലാർജസ്റ്റ് മൈക്ക പ്രൊഡ്യൂസർ. സെക്കൻഡ് മോസ്റ്റ് മൈക്ക പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് രാജസ്ഥാൻ ആണ്. നെക്സ്റ്റ്, FSSAI approves a proposal to display nutritional information regarding total sugar, salt and saturated fat in bold letters. അതായത് നമ്മൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ന്യൂട്രീഷൻ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ അതിന് ചെറിയ മാറ്റങ്ങൾ, അതിന്റെ പ്രപ്പോസൽ ചെറിയ മാറ്റങ്ങളൊക്കെ FSSAI വരുത്തിയിരിക്കുകയാണ്. അതായത് ടോട്ടൽ ഷുഗർ എത്രയുണ്ട്, സോൾട്ട് എത്രയുണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റ് എത്രയുണ്ട്, ഇത് മൂന്നും ബോൾഡ് ലിറ്റേഴ്സിൽ ഇനി മുതൽ കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ലേബലിംഗ് ആൻഡ് ഡിസ്പ്ലേ റെഗുലേഷൻ 2020 അമെന്റ്മെന്റ് കൊണ്ടുവന്നത്. അത് ന്യൂട്രീഷൻ ഇൻഫർമേഷൻ ലേബലിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോഴത്തെ FSSAIയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അപൂർവ ചന്ദ്രയാണ്. അപ്പോ കൺസ്യൂമേഴ്സിനെ എംപവർ ചെയ്യുക ഹെൽത്തിയർ ആയിട്ടുള്ള ചോയ്സസിന് വേണ്ടി, അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ. കൂടാതെ നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള കുറെ ഡിസീസസ് സ്പ്രെഡ് ആകുന്നുണ്ട്, അതിനെ കോമ്പാക്ട് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു പുതിയ ഐഡിയ കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ്, മിനിസ്ട്രി ഓഫ് കൾച്ചർ ഇനീഷ്യേറ്റ് പ്രൊജക്ട് പാരി ഫോർ ദ 46th വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി മീറ്റിംഗ്. അപ്പൊ പ്രൊജക്ട് പാരി എന്ന് പറയുന്നത് പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് എക്സിക്യൂട്ട് ചെയ്തത് ലളിത് കലാ അക്കാദമി, നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ട് ഇൻ ഡൽഹി. ഇത് എന്തിനാണെന്ന് വെച്ചാൽ അപ്കമിംഗ് ഇവന്റ്, അതായത് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി മീറ്റിംഗ് 46ാമത്തെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പബ്ലിക് സ്പേസസ് ബ്യൂട്ടിഫൈ ചെയ്യാം, അതാണ് പ്രൊജക്ട് പാരി എന്ന് പറയുന്നത്. വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ 46th സെക്ഷൻ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ജൂലൈ 21 മുതൽ 31 വരെയാണ്. അപ്പൊ ഈ WHC, അതായത് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി എന്ന് പറയുന്നത് ആണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുടെ പുതിയ സൈറ്റിന്റെ ഇൻസ്ക്രിപ്ഷൻ ഡിസൈഡ് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. 5.5 crore trees will be planted in Madhya Pradesh under Ek Peड़ Maa Ke Naam campaign started by PM Modi ji. PM Modi ji സ്റ്റാർട്ട് ചെയ്ത ഒരു ക്യാമ്പയിൻ ആയിരുന്നു ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മധ്യപ്രദേശിൽ ഏകദേശം 5.5 കോടിയോളം ട്രീസ് പ്ലാൻ ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിൻ എന്ന് പറയുന്നത് മധ്യപ്രദേശില് ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജിയുടെ ബർത്ത് ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഏക് പേഡ് മാ കെ നാം എന്ന് പറയുന്ന ക്യാമ്പയിൻ റൺ ഇൻ ഓൾ ദ സിറ്റീസ് ആൻഡ് വില്ലേജസ് ഓഫ് ദ സ്റ്റേറ്റ് ടിൽ ജൂലൈ 15 വരെ സ്റ്റേറ്റിലെ എല്ലാ സിറ്റീസിലും വില്ലേജസിലും റൺ ചെയ്യുന്നുണ്ട്.
Government makes ISI mark mandatory for stainless steel and aluminum utensils. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് DPIIT ഇത് മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. അവരൊരു ക്വാളിറ്റി കൺട്രോൾ ഓർഡർ ഇറക്കിയിരിക്കുകയാണ് മാർച്ച് 14. അതായത് കിച്ചൺ യൂട്ടൻസിൽസിനൊക്കെ തന്നെയും ISI മാർക്ക് കമ്പൽസറി ആക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്ക് ആണ് ഡെവലപ്പ് ചെയ്തത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്. പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ISI മാർക്ക് യൂസ് ചെയ്യുന്നത്. Union Minister Dr. Jitendra Singh launched Indo-French Liver and Metabolic Disease Network. അപ്പോൾ Union Minister of Science and Technology അത് ജിതേന്ദ്ര സിംഗ് ആണ്. അദ്ദേഹം ഇൻഡോ ഫ്രഞ്ച് ലിവർ ആൻഡ് മെറ്റബോളിക് ഡിസീസ് നെറ്റ്വർക്ക് ഇൻഫിലിമെൻ എന്ന് പറയുന്ന ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതൊരു വിർച്വൽ നോഡാണ്. ഇത് എയിം ചെയ്യുന്നത് മെയിൻ ആയിട്ട് ക്യൂറിംഗ് മെറ്റബോളിക് ലിവർ ഡിസീസസ്. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബൈലറി സയൻസ് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഇൻഫിലിമെൻ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാറ്റി ലിവർ ഡിസീസസ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്, അതിനെ അഡ്രസ് ചെയ്യാം. അത് പിന്നീട് സിറോസിസിലേക്കും പ്രൈമറി ലിവർ ക്യാൻസറിലേക്കും എത്തും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ തേർഡ് ഇന്ത്യനും ഫാറ്റി ലിവർ ആണ്. അപ്പൊ ഇത് ടൈപ്പ് 2 ഡയബറ്റീസിന് മറ്റ് മെറ്റബോളിക് ഡിസീസസിലേക്കും അല്ലെങ്കിൽ ഡിസോർഡറിലേക്കും എത്തിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം പ്രിഡിക്ട് ചെയ്യാം, അതിന് വേണ്ട ചികിത്സ എങ്ങനെയാണ്, അതിനെ അഡ്രസ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. അപ്പൊ ഈ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ലിവർ ഡിസീസസിനെ മാനേജ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഈ നെറ്റ്വർക്ക് ജോയിന്റ് എഫേർട്ട് ആണ്. 11 ഫ്രഞ്ച് ഡോക്ടേഴ്സും 17 ഇന്ത്യൻ ഡോക്ടേഴ്സും അതിനകത്ത് ഇൻവോൾവ് ആണ്. ഇൻഡോ ഫ്രഞ്ച് സെന്റർ ഫോർ ദ പ്രൊമോഷൻ ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ഇതിന്റെ ഭാഗമായിട്ട് ഈ ന്യൂ അപ്രോച്ചിന്റെ ഭാഗമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദ നോ യുവർ ആർമി പ്രോഗ്രാം ബിഗാൻ ഇൻ ലേ. ലഡാക്കില് ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് കാർഗിൽ വിജയ് ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഒരു 2 day ലോങ് മോട്ടിവേഷണൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിന്റെ തീമാണ് നോ യുവർ ആർമി എന്ന് പറയുന്നത്. അത് ലേയിൽ ബിഗൻ ചെയ്തു. വിജയ് ദിവസ് എന്ന് പറയുന്നത് എല്ലാ വർഷവും ജൂലൈ 26 നമ്മൾ കമമറേറ്റ് ചെയ്യുന്ന ഒരു ഡേ ആണ്. അതായത് നമ്മൾ കാർഗിൽ വാറിൽ 1999 നടന്നാണ്. പാകിസ്ഥാനെതിരെയുള്ള യുദ്ധമാണ് കാർഗിൽ വാർ. അതിൽ നമുക്ക് വിക്ടറി കിട്ടിയതിന്റെ ഒരു ഡേ ആണ് ഈ വിജയ് ദിവസമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ വർഷം 25th ആനിവേഴ്സറി ആണ്, അല്ലെങ്കിൽ രജത് ജയന്തി ഓഫ് കാർഗിൽ വിജയ് ദിവസമാണ്. അപ്പൊ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നോ യുവർ ആർമി വരുന്നത്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ലോക്കൽ യൂത്തിനെ ആർമിയിൽ ജോയിൻ ചെയ്യുന്നതിനും ലോക്കൽ പീപ്പിളിനെ ഈ മോഡേൺ വെപ്പൺ ടെക്നോളജി ഫെമിലൈസ് ചെയ്യിപ്പിക്കുന്നതിനും ഇന്ത്യൻ ആർമിയുടെ ടാക്ടിക്സ് ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. Bandhan Bank appoints Ratan Kumar Kesh as an interim MD and CEO. Ratan Kumar Kesh, Executive Director and Chief Operating Officer of Bandhan Bank, appoint ചെയ്യപ്പെട്ടിരിക്കുകയാണ്. interim MD and CEO ആണ്. പ്രൈവറ്റ് ലെൻഡർ ഫ്രം ജൂലൈ 10. അപ്പൊ പ്രസന്റ് MD and CEO ചന്ദ്രശേഖർ ഘോഷ് ആൻഡ് ഫൗണ്ടർ ഓഫ് ദ ബാങ്ക് എന്ന് പറയുന്നത് ജൂലൈ 9 റിട്ടയർ ചെയ്യും. LIC chairman Siddhartha Mohanty redesignated managing director and CEO. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് LIC. അതിന്റെ ചെയർമാൻ ആയിട്ടുള്ള സിദ്ധാർത്ഥ് മൊഹന്തി റീഡിസിഗ്നേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട്. അപ്പൊ മൊഹന്തി LICയുടെ ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് ഏപ്രിൽ 2023 അതിനുശേഷം അദ്ദേഹം he was scheduled to take over the role of MD and CEO of the corporation. ഇപ്പൊ ജൂലൈ 7, 2025 വരെയാണ് ആ ഒരു ഇത് നീട്ടിക്കിട്ടിയിരിക്കുന്നത്. തമിഴ് റൈറ്റർ ശിവശങ്കരി സെലക്ടഡ് ഫോർ ഡോക്ടർ C. നാരായണ റെഡ്ഡി നാഷണൽ ലിറ്റററി അവാർഡ്. നോട്ടഡ് ആയിട്ടുള്ള ഒരു തമിഴ് റൈറ്റർ ആണ് ശിവശങ്കരി. അവർക്ക് ഡോക്ടർ C. നാരായണ റെഡ്ഡി നാഷണൽ ലിറ്റററി അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ മിസ് ശിവശങ്കരി എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസ് 5 lakh ആണ് കിട്ടുക, ഒരു മൊമെന്റോ കിട്ടും, ഒരു ഷോൾ കിട്ടും. ഈ ലിറ്റററി ഫീൽഡിലുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ കണക്കിലെടുത്തിട്ടാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. ഇത് പ്രസന്റ് ചെയ്യുന്നത് ജൂലൈ 29 നടക്കുന്ന ഇവന്റിലാണ്. LIC launches project ജീവൻ സമർത്ത് ടു മീറ്റ് കസ്റ്റമേഴ്സ് ഇവോൾവിംഗ് നീഡ്സ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിന് കുറെ ഏജന്റ്സ് ഉണ്ട് LICക്ക്. അവരുടെ കസ്റ്റമേഴ്സ്, ഓരോ ഏജൻസിനും കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിനകത്ത് ഒരു ട്രാൻസ്ഫോമിംഗ് പ്രൊജക്ട് ആണ് ഇവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എക്സിസ്റ്റിംഗ് ഏജൻസി ഫ്രെയിംവർക്കിൽ ഒരു എൻഡ് ടു എൻഡ് ബേസിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ എക്സസൈസിൽ ഏജൻസിന് കുറച്ചും കൂടെ ടൂൾസ് പ്രൊവൈഡ് ചെയ്യുക, അഡീഷണൽ സ്കില്ല് കൊടുക്കുക, കൂടാതെ ഏജൻസും കസ്റ്റമേഴ്സും തമ്മിലുള്ള ഒരു ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. വുമൺ എന്റർപ്രണർഷിപ്പ് പ്ലാറ്റ്ഫോം ആൻഡ് ട്രാൻസ് യൂണിയൻ സിബിൽ partner to launch സെഹേർ പ്രോഗ്രാം ടു എംപവർ വുമൺ എന്റർപ്രണേഴ്സ്. അപ്പൊ സെഹേർ എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ്. ലോഞ്ച് ചെയ്യുന്നത് വുമൺ എന്റർപ്രണർഷിപ്പ് പ്ലാറ്റ്ഫോം ആണ് ആൻഡ് ട്രാൻസ് യൂണിയൻ സിബിൽ. ഇവര്
ഇന്ത്യയിലെ വുമൺ എന്റർപ്രണേഴ്സിനെ എംപവർ ചെയ്യുക, മെയിനായിട്ട് ഫിനാൻഷ്യൽ ലിറ്ററസി കണ്ടുണ്ട് ബിസിനസ് സ്കിൽസിലൊക്കെ. ഈ വുമൺ എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പ്ലാറ്റ്ഫോം ആണ്. നീതി ആയോഗാണ് ഇത് ഇൻസ്പെക്ട് ചെയ്തത് 2018 മുതൽ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് വുമൺ എന്റർപ്രണേഴ്സിന് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഇക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ദിവ്യ കലാമേള ആൻഡ് ശക്തി. ഇന്ത്യ സെലിബ്രേറ്റ് ദിവ്യാംഗ് ടാലന്റ് അറ്റ് KIT ക്യാമ്പസ് ഇൻ ഭുവനേശ്വർ. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, അതാണ് ദിവ്യാംഗജൻ എന്ന് വിളിക്കുന്നത്. മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് കീഴിലാണ് വരുന്നത്. നാഷണൽ ദിവ്യാംഗജൻ ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നടത്തുന്നത്. മെയിൻ ആയിട്ട് ദിവ്യാംഗ് എന്റർപ്രണേഴ്സിന്റെ, അതായത് എന്തെങ്കിലും രീതിയിലുള്ള ഡിസബിലിറ്റി ഉള്ള ആളുകളെയാണ് ദിവ്യാംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള എന്റർപ്രണേഴ്സിന്റെ ടാലന്റ്സും ക്രാഫ്റ്റ്മാൻഷിപ്പും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് സംഘടിപ്പിക്കുന്നത്. ഈ ദിവ്യാംഗ് കലാമേള അല്ലെങ്കിൽ ദിവ്യാംഗ് കലാശക്തി എന്ന് പറയുന്നത് 5 മുതൽ 11 ജൂലൈ 2024 വരെയാണ് നടന്നത്. കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജി ക്യാമ്പസ് ഭുവനേശ്വർ ഒഡീഷയിൽ വെച്ചിട്ടാണ് സംഘടിപ്പിച്ചത്. മസൌദ് പസേഷ്കിയാൻ ഇലക്ടഡ് ആസ് പ്രസിഡന്റ് ഓഫ് ഇറാൻ. ഇപ്പോ മസൌദ് പസേഷ്കിയാൻ ഒരു മോഡറേറ്റ് ലീഡർ ആണ്, റിഫോമിസ്റ്റ് ആണ്. അദ്ദേഹം ഇറാന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രീവിയസ് ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ ക്രാഷിൽ മരണപ്പെടുകയുണ്ടായി. സ്പേസ് എക്സ് പൊളാരിസ് ഡൗൺ മിഷൻ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ സ്പേസ് വാക്ക്. അപ്പൊ പൊളാരിസ് ഡൗൺ എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് മിഷൻ ആണ്. ആസ്ട്രോണറ്റ്സിനെ എർത്തിൽ നിന്ന് ഫാദർ ഫ്രം എർത്ത് ദാൻ എനി പ്രീവിയസ് മിഷൻ, മുന്നത്തെ മിഷൻസിനേക്കാളും കുറച്ചുകൂടെ ദൂരേക്ക് വിടുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മിഷനകത്തുള്ള ക്രൂ എന്ന് പറയുന്നത് ഫാൽക്കൺ 9 റോക്കറ്റിലൂടെയാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഫ്ലോറിഡയിൽ നിന്ന് 5 ഡേയ്സ് സ്പേസിൽ സ്പെൻഡ് ചെയ്യും. ഈ ക്രൂവിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുക, അതുപോലെ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ സ്പേസ് വാക്ക് നടത്തുക, ഓർബിറ്റ് കമ്മ്യൂണിക്കേഷനെ ടെസ്റ്റ് ചെയ്യുക, ഹെൽത്ത് എഫക്ട്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. സ്പേസ് ട്രാവൽ ചെയ്യുമ്പോഴും നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിൽ സ്പേസ് റേഡിയേഷൻ ഒക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. 38 സയന്റിഫിക് എക്സ്പെരിമെന്റ്സ് ആണ് അവർ ക്യാരി ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പൊളാരിസ് ഡൗൺ മിഷന്റെ ലോഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂലൈ 31, 2024 ആണ് ലേറ്റസ്റ്റ് ആയിട്ട്. എന്തെങ്കിലും ചിലപ്പോൾ അതിന് മുന്നോ അതിന് ശേഷവും ആയിരിക്കും. ജോൺ ലൻഡാവു, ഓസ്കാർ വിന്നിംഗ് പ്രൊഡ്യൂസർ ഓൺ ടൈറ്റാനിക് ആൻഡ് അവതാർ, ഡൈസ് അറ്റ് 63. ഇപ്പൊ ടൈറ്റാനിക് എന്ന് പറയുന്നത് നമുക്കറിയാം, ആദ്യമായിട്ട് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ 1 ബില്യൺ ക്രോസ് ചെയ്ത ഒരു മൂവിയാണ് ടൈറ്റാനിക്. കൂടുതലല്ല, ഏറ്റവും കൂടുതൽ ഓസ്കാർ വിന്ന് ചെയ്തു. 11 ഓസ്കാർ വിന്ന് ചെയ്ത ഒരു മൂവിയും കൂടെയായിരുന്നു, ബെസ്റ്റ് പിക്ചർ അടക്കം. അപ്പൊ അതിന്റെയും പ്രൊഡ്യൂസറും അതുപോലെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ അവതാറിന്റെ പ്രൊഡ്യൂസറും ആയിട്ടുള്ള ജോൺ ലൻഡാവു 63-ാമത്തെ വയസ്സിൽ മരിച്ചിരിക്കുകയാണ്. വിനേഷ് ഫോഗട്ട് വിൻസ് ഗോൾഡ് മെഡൽ ഇൻ ഗ്രാൻഡ് പ്രിക്സ് ഓഫ് സ്പെയിൻ. ഇന്ത്യയിലെ 2-ടൈം ഒളിമ്പ്യൻ ആയിട്ടുള്ള വിനേഷ് ഫോഗട്ടിന് വുമൻസ് 50 kg കാറ്റഗറിയിൽ ഗ്രാൻഡ് പ്രിക്സ് ഓഫ് സ്പെയിൻ ഇന്റർനാഷണൽ കോണ്ടിനെന്റൽ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ആണ് അതിൽ ഗോൾഡ് മെഡൽ കിട്ടിയിരിക്കുകയാണ്. നീരജ് ചോപ്ര ടു ലീഡ് ഇന്ത്യസ് 28 മെമ്പർ സ്ക്വാഡ് ഇൻ പാരീസ് ഒളിമ്പിക്സ്. അപ്പൊ ഇന്ത്യൻ അത്ലറ്റ്സിന്റെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ അത്ലറ്റ്സിന്റെ ഇനീഷ്യൽ ലിസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അതിൽ 28 പേരാണുള്ളത്. അതിന്റെ ലീഡ് ചെയ്യുന്നത് വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള നീരജ് ചോപ്രയാണ്. ഇപ്പോൾ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവന്റ്സ് പാരീസ് ഒളിമ്പിക്സിന്റെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ്. 133rd ദുരാന്ത് കപ്പ് എക്സ്പാൻഡ്സ് ടു ന്യൂ വെന്യൂസ്. ഇപ്പൊ ദുരാന്ത് കപ്പ് എന്ന് പറഞ്ഞിട്ട് ഫുട്ബോൾ കപ്പാണ്. അത് 133-ാമത്തെ കപ്പ്. അത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇപ്പൊ പുതിയ സിറ്റീസ് എന്ന് പറയുന്നത് ജംഷഡ്പൂരിലും ഷില്ലോങ്ങിലും കൊൽക്കത്തയിലും കുക്രാജ്ഹാറിലൊക്കെ വെച്ചിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിലെ 24 ടീംസ് 6 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. 43 മാച്ചസ് ആണ് ടോട്ടലി നടക്കാൻ പോകുന്നത്. ഫൈനൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് വിവേകാനന്ദ യുവ ഭാരതി ക്രീഡങ്കൻ in Kolkata. George Russell trims in FI Austrian Grand Prix 2024. അല്ലെ മൊണാക്കോ GP ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുന്നത് ചാൾസ് ലെക്രേക്കും അതുപോലെ മിയാമി ഗ്രാൻഡ് പ്രിക്സ് ലാൻഡോ നോറിസിനും ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് കാർലോസ് സെയിൻസിനുമാണ് ലഭിച്ചത്. ധ്രുവ് സിദ്വാല ആൻഡ് അനുപമ രാമചന്ദ്രൻ വിൻ ഏഷ്യൻ ബിലിയാർഡ്സ് ആൻഡ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ്. അപ്പൊ ഏഷ്യൻ ബിലിയാർഡ്സ് ആൻഡ് വുമൺ സ്നൂക്കർ ടൈറ്റിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് റിയാദിലെ സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പൊ ഫൈനൽ റിസൾട്ട് നോക്കുകയാണെങ്കിൽ മെൻസിലെ ബിലിയാർഡ്സ് ധ്രുവ് സിദ്വാല പങ്കജ് അദ്വാനിനെ ബീറ്റ് ചെയ്തു. വുമൺ സ്നൂക്കറിൽ അനുപമ രാമചന്ദ്രൻ പഞ്ചയ ചെന്നോയിനെ ബീറ്റ് ചെയ്തു. ഏഷ്യൻ ഡബിൾസ് സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് അഭയ് സിംഗ് വിൻസ് ബോത്ത് മെൻസ് ഡബിൾസ് ആൻഡ് മിക്സ്ഡ് ഡബിൾസ് ടൈറ്റിൽ. ഇന്ത്യൻ ടീം മെൻസ് ഡബിൾസും മിക്സ്ഡ് ഡബിൾസും അത്
ഏഷ്യൻ സ്ക്വാഷ് ഡബിൾ ചാമ്പ്യൻഷിപ്പ് 2024 അവർ വിൻ ചെയ്തിരിക്കുകയാണ്. ഇത് അരീന എമാസ് ഇൻ ജോഹർ മലേഷ്യയിൽ വെച്ചിട്ടാണ് നടന്നത്. ഏഷ്യൻ ഗെയിംസിന്റെ മെഡലിസ്റ്റ് ആയിട്ടുള്ള അഭയ് മെൻസ് ഡബിൾസ് ക്രൗൺ നേടി അലോങ് വിത്ത് വെലവൻ സെന്തിൽകുമാർ. ബാഡ്മിന്റൺ, ഇന്ത്യ's Tasnim Mir and Tarun Mannepalli clinched singles title at സെയിന്റ് ഡെന്നിസ് റിയൂണിയൻ ഓപ്പൺ 2024. അപ്പൊ മെൻ സിംഗിൾസിൽ ഇന്ത്യയുടെ തരുൺ മന്നപ്പള്ളി, വൈൽ ഇൻ വുമൺ സിംഗിൾസിൽ വേൾഡ് നമ്പർ 75 താരമായിട്ടുള്ള ഇന്ത്യയുടെ തസ്നിം മിറുമാണ് വിൻ ചെയ്തത്. ഇന്ത്യ's അവിനാഷ് സാബിൾ സെറ്റ് ന്യൂ നാഷണൽ റെക്കോർഡ് ഇൻ 3000 മീറ്റർ steeple chase at Paris Diamond League in France. അപ്പോൾ സാബിൾ finished 6th at the event with a timing of 8:09:91. അതായത് 8 minutes 9 seconds 91/100th of a second. അത്രയും ടൈമിനുള്ളിലാണ് ഇന്ത്യയുടെ സാബിൾ ആ ഒരു ഇത് ഫിനിഷ് ചെയ്തത്. ഈ റേസ് എന്ന് പറയുന്നത് വിൻ ചെയ്തത് അബ്രഹാം സിമിയാണ്, എത്യോപ്യയിലെ താരമാണ്. ലെവിസ് ഹാമിൽട്ടൺ വിൻസ് ദ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് 2024. പ്രീവിയസ് റേസ് വിന്നേഴ്സ് 2024 നോക്കുകയാണെങ്കിൽ ജോർജ് റസലിന് ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് 2024 കിട്ടി. വേഴ്സ്തപ്പന് സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സ് 2024 കിട്ടി. മാക്സ് വേഴ്സ്തപ്പൻ തന്നെ കനേഡിയൻ ഗ്രാൻഡ് പ്രിക്സ് കിട്ടി. ചാൾസ് ലെക്ലർക്കാണ് മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് ട്രിംഫ് കിട്ടിയത്. മാക്സ് വേഴ്സ്തപ്പനാണ് എമീലിയ റൊമാഗ്ന ഗ്രാൻഡ് പ്രിക്സ് 2024 കിട്ടിയത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രാൻഡ് പ്രിക്സ്. Denmark's Ashwagandha ban based on report that lacks scientific rigor, claims Ayush Ministry. Ministry of Ayush ഒരു സീരിയസ് കൺസേൺ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. അവർ ഒരു മെയ് 2020 ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ബൈ ടെക്നോളജി യൂണിവേഴ്സിറ്റി ഓഫ് ഡെൻമാർക്ക്. അത് അശ്വഗന്ധ ബാൻ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഇന്ത്യൻ ജിൻസേങ് അല്ലെങ്കിൽ വിന്റർ ചെറി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാധനമാണ് അശ്വഗന്ധ എന്ന് പറയുന്നത്. മെഡിസിനൽ പ്ലാന്റ് ആണ്. ഇത് ഏഷ്യൻ കൾച്ചേഴ്സിലും ഇന്ത്യൻ ട്രഡീഷണൽ മെഡിസിൻ സിസ്റ്റത്തിലൊക്കെ കാര്യമായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. വിധാനിയ സൊമിനിഫറ എന്നുള്ളതാണ് അശ്വഗന്ധയുടെ സയന്റിഫിക് നെയിം. ഇതൊരു എവർഗ്രീൻ ഷ്രബ് ആണ്, ഇന്ത്യൻ നേറ്റീവ് ആണ്. നോർത്തേൺ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലൊക്കെ കാണുന്നുണ്ട്. ഈ ഷ്രബിന് ഈ പേര് കിട്ടിയത്, അശ്വഗന്ധ എന്നുള്ള പേര് കിട്ടിയത്, ഇതിന്റെ റോട്ട് എന്ന് പറയുന്നത് ഒരു വെറ്റ് ഹോഴ്സിന്റെ സ്മെല്ലാണ്. അതുകൊണ്ടാണ് അശ്വ എന്ന് പറഞ്ഞ ഹോഴ്സ് എന്നാണ്, ഗന്ധ എന്ന് പറഞ്ഞ സ്മെല്ല്. ആ ഒരു പേരാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഇത് മെഡിസിനൽ പ്ലാന്റ് ആയിട്ട് 1000 of years ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, എസ്പെഷ്യലി ട്രഡീഷണൽ ആയുർവേദിക് മെഡിസിനിൽ. ഇത് അഡാപ്റ്റേഷൻ എന്നാണ് ഇത് വിളിക്കുന്നത്. അതായത് ഇത് ബോഡീനെ സ്ട്രെസ്സേഴ്സിനും ബാലൻസ് റീസ്റ്റോർ ചെയ്യാനൊക്കെ അഡാപ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതുകൊണ്ട് അഡാപ്റ്റേഷൻ എന്ന് വിളിക്കാറുണ്ട്. വിഴിഞ്ഞം പോർട്ട് ഈസ് ഓൾ സെറ്റ് ടു റിസീവ് ഇറ്റ്സ് ഫസ്റ്റ് മദർ ഷിപ്പ്. അപ്പം വിഴിഞ്ഞം പോർട്ട് അതിന്റെ ആദ്യത്തെ ഷിപ്പിനെ റിസീവ് ചെയ്യാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ഫേസ് ഓഫ് കൺട്രിയിലെ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ആണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് മദർഷിപ്പിനെ റിസീവ് ചെയ്യാൻ അത് തയ്യാറായിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ് വാട്ടർ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. അദാനിയാണ് ഇത്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് വിഴിഞ്ഞം, അത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ കേരളത്തിലെ ഒരു കോസ്റ്റൽ ടൗണിലാണ്. ഇത് ആക്ച്വലി ഒരു 10 nautical miles ഫ്രം ദ ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട് കണക്ടിങ് യൂറോപ്പ് ആൻഡ് പേർഷ്യൻ ഗൾഫ് വിത്ത് ഈസ്റ്റ് ഏഷ്യ. ഈസ്റ്റ് ഏഷ്യനെ യൂറോപ്പും പേർഷ്യൻ ഗൾഫും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്ന് 10 nautical miles എവേ മാത്രമാണ് ഈ വിഴിഞ്ഞം പോർട്ട് നിൽക്കുന്നത്. അതായത് 30% ഓഫ് ഗ്ലോബൽ മാരിടൈം കാർഗോ ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇതൊരു നാച്ചുറൽ ഡ്രാഫ്റ്റ് ആണ്, 18 to 20 meters. ഇത് ലാർജസ്റ്റ് കണ്ടെയ്നർ വെസൽസ് ഇൻ ദ വേൾഡ് ആർ ഏബിൾ ടു ഡോക്ക് ഹിയർ. അതായത് ഇന്ത്യയിലെ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് കണ്ടെയ്നർ വെസൽസിനൊക്കെ ഇവിടെ ഡോക്ക് ചെയ്യാം. ഡോക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് ഇടാം എന്നുള്ളതാണ്. There would be about 30 berths, most of which would be capable of handling mother vessels. വലിയ വെസൽസിനെയൊക്കെ ക്യാരി ചെയ്യാൻ, ഹാൻഡിൽ ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള ബെർത്തുകളാണ് അവിടെ വരുന്നത്. അതിന് 30 ബെർത്തുകളാണ് അവർ ഉദ്ദേശിക്കുന്നത്. Bharat Bill Payment System (BPPS). Reserve Bank of India recently announced that all credit card bill payments via third-party applications must now be routed through Bharat Bill Payment System effective from July 1st. റീസെന്റ് ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞു എല്ലാ ക്രെഡിറ്റ് കാർഡിന്റെ ബിൽ പേയ്മെന്റ്സ്, അത് തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസിൽ വരുന്ന എല്ലാ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ്സും ഇനി മുതൽ ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം വഴി മാത്രമായിരിക്കണം. അത് July 1 മുതലാണ് ഇഫക്റ്റീവ് വരുന്നത്. ഈ മൂന്ന് പറയുന്നത് മെയിൻ ആയിട്ട് തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ക്രെഡിറ്റ്, ഫോൺ പേ, ആമസോൺ പേ, പേടിഎം ഒക്കെ വെച്ചിട്ട് ക്രെഡിറ്റ് കാർഡിലൂടെ പേയ്മെന്റ് ചെയ്യുന്നവരെയാണ് കൂടുതലായിട്ട് എഫക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഇതുവരെയും BPPS സിസ്റ്റമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാത്തവരെ അഫക്ട് ചെയ്യും.
34 അതോറൈസ്ഡ് ബാങ്ക്സ് ഇന്ത്യയില് ക്രെഡിറ്റ് കാർഡ്സിന് വേണ്ടിയിട്ടുണ്ട്. അതിൽ 12 പേര് മാത്രമേ BPPS പ്ലാറ്റ്ഫോമായിട്ട് ആക്ടിവേറ്റ് ആയിട്ടുള്ളൂ. BPPS എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് ചാനൽ സിസ്റ്റം ആണ്. അത് RBI ആണ് കൺസെപ്ച്വലൈസ് ചെയ്തത്. അത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഡ്രൈവ് ഓൺ ചെയ്യുന്നത്. അത് ഈ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI എന്ന് പറയുന്നത് RBIയുടെ ഒരു സബ്സിഡിയറി തന്നെയാണ്. ഉത്തർപ്രദേശ് ഗവൺമെന്റ് ടു എസ്റ്റാബ്ലിഷ് മിത്ര വൻ along നേപ്പാൾ ബോർഡർ. അപ്പൊ യോഗി ആദിത്യനാഥ് ഗവൺമെന്റ് ഉത്തർപ്രദേശിലെ ഗവൺമെന്റ് ആണ് മിത്ര വൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വൃക്ഷാരോപൺ ജൻ അഭിയാൻ 2024. അതിന്റെ കീഴിലാണ് മിത്ര വൻ വരുന്നത്. മെയിൻ ആയിട്ട് ഉത്തർപ്രദേശ് നേപ്പാൾ ബോർഡറിൽ ഗ്രീനറി എൻഹാൻസ് ചെയ്യാം. ഇതിന്റെ ഭാഗമായിട്ട് നേപ്പാളിലും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പ്ലാന്റേഷൻ ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. നെക്സ്റ്റ് ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023. അപ്പൊ ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023 എന്ന് പറയുന്നത് പാർലമെന്റ് ഡിസംബർ 2023 പാസ്സാക്കിയത്. ഇത് പ്രസിഡന്റിന്റെ അസന്റ് കിട്ടിയത് 24/12/2023. ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023 ഒരു എയിം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസും ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്, എക്സ്പാൻഷൻ, ഓപ്പറേഷൻ ഇതൊക്കെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് 1885 റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് വരുന്നത്. ഇന്ത്യൻ വയർലെസ് ടെലിഗ്രാഫി ആക്ട് 1933, അതുപോലെ ടെലിഗ്രാഫ് വയേഴ്സ് ആക്ട് 1950 ഇതെല്ലാം റീപ്ലേസ്ഡ് ആണ്. ഇതെല്ലാം റീപ്ലേസ് ചെയ്ത് ഒന്നിച്ചാണ് ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് വരുന്നത്. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് സമവേഷ്, അതായത് ഇൻക്ലൂഷൻ, സുരക്ഷ, സെക്യൂരിറ്റി, വൃദ്ധി, ഗ്രോത്ത്, ത്വരിത്, റെസ്പോൺസീവ്നെസ്, ഇതൊക്കെയാണ് നമ്മുടെ വികസിത് ഭാരത് അല്ലെങ്കിൽ ഡെവലപ്ഡ് ഇന്ത്യയുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ ഗൈഡ് ചെയ്യുന്ന രീതിയിലാണ് പുതിയൊരു ആക്ട് വന്നിരിക്കുന്നത്. അപ്പോ എല്ലാ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസിനെയും നെറ്റ്വർക്കിനെയും മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിലൊരു ലോ കൊണ്ടുവന്നത്. അത് നാഷണൽ സെക്യൂരിറ്റിയിലും അതുപോലെ ഫോറിൻ സ്റ്റേറ്റുമായിട്ടുള്ള ഫ്രണ്ട്ലി റിലേഷനും ഒക്കെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ലോക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് ഉണ്ട്. ഇത് ഡിജിറ്റൽ ഭാരത് നിധി, ഇറ്റ് വിൽ ബിക്കം ഡിജിറ്റൽ ഭാരത് നിധി which can be used for funding research and development and pilot projects. ഇപ്പൊ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഭാരത് നിധി ആയിട്ട് മാറും. ഇതാണ് ഇത്തരത്തിലുള്ള ഈ മേഖലയിൽ വരുന്ന പൈലറ്റ് പ്രൊജക്ടുകൾക്കും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനും ഫണ്ടിങ് കൊടുക്കുന്നത്. ഇപ്പോ ടെലികമ്മ്യൂണിക്കേഷനെയും അതുപോലെ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത രീതിയിലുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റ് പെർമിറ്റ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടത്താൻ പറ്റില്ല. അപ്പോ ഇതിന്റെ ക്രൈറ്റീരിയ ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ട്രൈബ്, ഓക്കെ, അതും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ വയലേറ്റേഴ്സിനുള്ള പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏകദേശം ഒരു 3 years ജയിലിൽ കിടക്കേണ്ടി വരും. പണിഷ്മെന്റ് 50 lakh rupees വരെ, അപ് ടു 50 lakh rupees വരെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇഫക്റ്റീവ് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ഒക്കെ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡിജിറ്റൽ ഭാരത് നിധി. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഒരു ഡിജിറ്റൽ ഭാരത് നിധിയുടെ ഓപ്പറേഷണലൈസ് ചെയ്യാനുള്ള ഒരു ഡ്രാഫ്റ്റ് റൂൾസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ടെലികോം കണക്ടിവിറ്റി റൂറൽ ഏരിയയിലേക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. ഡിജിറ്റൽ ഭാരത് നിധി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഇതൊരു പൂൾ ഓഫ് ഫണ്ടാണ്. അതായത് യൂണിവേഴ്സൽ സർവീസ് ലെവിയുടെ 5%, അതായത് ഓരോ ടെലികോം ഓപ്പറേറ്റേഴ്സിന്റെയും റവന്യൂവിന്റെ 5% വെച്ചിട്ടാണ് ഈ ഒരു ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മണി എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഈ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന മാർക്കറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് റൂറൽ ഏരിയാസിലേക്കും റിമോട്ട് ഏരിയാസിലേക്കും ഒന്നും ഈ പ്രൈവറ്റ് കമ്പനീസ് അവരുടെ സർവീസസ് ഓഫർ ചെയ്യാറില്ല. അപ്പൊ അത്തരത്തിലുള്ള റിമോട്ട് ആൻഡ് റൂറൽ ഏരിയാസിലേക്ക് ടെലികോം നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. FA directs Center to frame model policy on menstrual leave by holding consultations with the states and other stakeholders. ഇപ്പം ഒരു സുപ്രീം കോടതി ഒരു ബെഞ്ച് കൂടിയായിരുന്നു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് JB പാർഡിവാള, മനോജ് മിശ്ര ഒക്കെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അവര് ഈ മെൻസ്ട്രൽ ലീവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ചർച്ച ചെയ്തു. അപ്പൊ അതിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ ലീവ് എന്ന് പറയുന്നത് വുമൻസിനെ വർക്ക് ഫോഴ്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നതിന് എൻകറേജ് ചെയ്യുമെന്നും, എന്നാൽ ഇറ്റ് മേ ബി പ്രൂവ്ഡ് ടു ബി കൗണ്ടർ പ്രൊഡക്റ്റീവ് ആൻഡ് ഡിട്രിമെന്റൽ ടു ദ കോസ് as employers may avoid employing them. അപ്പൊ മേ ബി എംപ്ലോയേഴ്സ് അവരെ എംപ്ലോയ് ചെയ്യുന്നത് ഇല്ലാതാക്കാൻ ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ഷനും ഉണ്ടാകാം എന്ന് പറഞ്ഞു. അപ്പൊ
ഏഷ്യൻ കൺട്രീസ് ആയിട്ടുള്ള ജപ്പാൻ, ഇന്തോനേഷ്യ ഒക്കെ ഇത് മെൻസ്ട്രൽ ലീവ് പോളിസീസ് ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. UK, വെയിൽസ്, സ്പെയിൻ, സാംബിയ, ചൈന, തായ്വാൻ പോലുള്ള സ്ഥലങ്ങളിൽ, സൗത്ത് കൊറിയ പോലുള്ള സ്ഥലങ്ങളിൽ ഓൾറെഡി മെൻസ്ട്രൽ ലീവ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ദ പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ. അപ്പൊ താഴെക്കര എന്ന് പറയുന്ന ആലപ്പുഴയിൽ ഒരു ഗ്രാമപഞ്ചായത്ത് ഉണ്ട് കേരളത്തില്. അവർ ആദ്യമായിട്ട് അവരുടെ ഒരു കോംപ്രിഹെൻസീവ് പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്തു വിത്ത് ദ സപ്പോർട്ട് ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ഇപ്പൊ കേരളം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ പ്രിപ്പയർ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെയും ലോക്കൽ പീപ്പിളിന്റെയും ഹെൽപ്പോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതൊരു കോംപ്രിഹെൻസീവ് റെക്കോർഡാണ്. ഇതിനകത്ത് ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചുള്ള വേരിയസ് ആസ്പെക്ട്സ് ഉണ്ട്. മെയിൻ ആയിട്ട് കൺസർവേഷൻ ഓഫ് ഹാബിറ്റേറ്റ്സ് ഉണ്ട്, ലാൻഡ് റേസസിന്റെ പ്രിസർവേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ആനിമൽസിന്റെ ബ്രീഡ്സിനെയും ഡൊമസ്റ്റിക്കേറ്റഡ് സ്റ്റോക്സിനെയും കുറിച്ച് പറയുന്നുണ്ട്, മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ചും ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുള്ള ഏരിയസ് റിലേറ്റഡ് ആയിട്ടുള്ള അക്യുമുലേറ്റഡ് നോളജിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002 ഓൾറെഡി പറയുന്നുണ്ട് പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നത് ലോക്കൽ ലെവൽ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണത് മാൻഡേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002 പ്രകാരം ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ് ലോക്കൽ ബോഡീസിൽ ക്രിയേറ്റ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. ഇന്ത്യ became the first country to prepare full list of fauna. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഫോൺ ഓഫ് ഇന്ത്യ ചെക്ക് ലിസ്റ്റ് പോർട്ടൽ എന്ന് പറഞ്ഞൊരു പോർട്ടൽ റിലീസ് ചെയ്തു. അതായത് മെയിൻ ആയിട്ട് വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു മേജർ സ്റ്റെപ്പാണ് ഇത്. ഇതിനകത്ത് ഒരു കംപ്ലീറ്റ് കളക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് 1,04,561 സ്പീഷീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ വൈൽഡ് ലൈഫിനെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ആദ്യത്തെ കൺട്രി ആയിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യ. ഇത് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 109ാമത്തെ ഫൗണ്ടേഷൻ ഡേ കൊൽക്കത്തയിൽ വെച്ച് നടന്നപ്പോഴാണ് ഇത് ലോഞ്ച് ചെയ്തത്. യൂണിയൻ എൻവയോൺമെന്റ് മിനിസ്റ്റർ ഭൂപേന്ദ്ര യാദവ് ആണ് ഈ ഇവന്റ് ലീഡ് ചെയ്തത്. ഫസ്റ്റ് മൾട്ടി സിറ്റി സ്റ്റഡി എക്സാമിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷോർട്ട് ടേം എയർ പൊല്യൂഷൻ PM 2.5. റീസെന്റ് ലാൻഡ്സെറ്റ് ഹാസ് പബ്ലിഷ്ഡ് ഫസ്റ്റ് മൾട്ടി സിറ്റി സ്റ്റഡി. ഇതിനകത്ത് ഷോർട്ട് ടൈം എയർ പൊല്യൂട്ടൻ PM 2.5ഉം അതിനോടുള്ള എക്സ്പോഷറും മോർട്ടാലിറ്റി റേറ്റും 10 മേജർ സിറ്റീസിൽ 2008 മുതൽ 2019 വരെയുള്ള ഒരു സ്റ്റഡിയാണ് പബ്ലിഷ് ചെയ്തത്. അപ്പൊ എയർ പൊല്യൂഷന്റെ കോസിംഗ് ഡെത്ത് എന്ന് പറയുന്നത് ഈ സ്റ്റഡി പ്രകാരം പറയുന്നത് 33,000 ഡെത്ത് ആണ്. അതായത് ഏകദേശം ടോട്ടൽ മോർട്ടാലിറ്റിയുടെ 7.2% എയർ പൊല്യൂഷൻ കാരണമാണ് ഈ 10 ഇൻവെസ്റ്റിഗേറ്റഡ് സിറ്റീസിലും നടക്കുന്നത്. അപ്പൊ ഡൽഹിയിലാണ് ഹയസ്റ്റ് മോർട്ടാലിറ്റി ബേർഡൻ വരുന്നത്. ഡൽഹിയിൽ തന്നെ 12,000-ഓളം ഡെത്ത് ആണ് ഓരോ വർഷവും നടക്കുന്നത് ഈ എയർ പൊല്യൂഷൻ കാരണം. അത് ഏകദേശം 11.5% ആണ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഷിംലയിലാണ് ലോവസ്റ്റ് മോർട്ടാലിറ്റി പറയുന്നത്. അതായത് ഷിംല എന്ന് പറയുന്നത് ആക്ച്വലി ലോവസ്റ്റ് മോർട്ടാലിറ്റി കാണിക്കാൻ കാരണം എയർ പൊല്യൂഷൻ കുറവാണ്. ആനുവലി ഒരു 59 ഡെത്ത് ആണ് എയർ പൊല്യൂഷൻ കാരണം അവിടെ നടക്കുന്നത്. ഏകദേശം ടോട്ടൽ ഡെത്തിന്റെ 3.7%. ക്രോണിക് എക്സീഡൻസ് ഓഫ് സേഫ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, അതായത് സാധാരണ പറയുന്ന എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനേക്കാളും വയലേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. PM 2.5ന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന സേഫ് ലിമിറ്റ് 15 മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അത് എക്സീഡ് ചെയ്തിട്ടായിട്ട് ആണ് എല്ലാ വർഷവും ഈ ഒരു PM 2.5ന്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഇന്ത്യയിൽ കാണുന്നത്. ഇത് ഹെൽത്തിനെ വളരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഓരോ 10 മില്ലിഗ്രാം പെർ മീറ്റർ ക്യൂബ് PM 2.5 കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സിറ്റീസിലെ മോർട്ടാലിറ്റി റേറ്റ് 1.42% റേസ് ചെയ്യും. അങ്ങനെയാണ് ഈ റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. So Gaganyaan astronaut to go to ISS about the Axiom 4 mission. Indian Space Research Organization നമ്മുടെ ഗഗൻയാൻ ആസ്ട്രോണറ്റ് 4 പേരാണ് ട്രെയിനിങ് കഴിഞ്ഞത്. അതിൽ 2 പേരെ ആക്സിയോം 4 മിഷന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ഒരു മിഷൻ ആണിത്. അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നാസയുമായിട്ട്, അതായത് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു മിഷൻ ആണ്. ഓൺലി വൺ ഓഫ് ദ ഷോർട്ട് ലിസ്റ്റഡ് ആസ്ട്രോണറ്റ് വിൽ ഗോ ഓൺ ദ മിഷൻ. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരാൾ മാത്രമാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത്. ആക്സിയം 4 മിഷൻ എന്ന് പറയുന്നത് നാസ ആക്സിയോം സ്പേസ്, ഒരു അമേരിക്കൻ പ്രൈവറ്റ്ലി ഫണ്ടഡ് സ്പേസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പർ ആണ് ആക്സിയോം സ്പേസ് എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ ഒരു ഓർഡർ സൈൻ ചെയ്തു. അതായത് ഫോർത്ത് പ്രൈവറ്റ് ആസ്ട്രോണറ്റ് മിഷൻ ടു ദ ISS. ഇത് ഒക്ടോബർ 2024 കെന്നഡി സ്പേസ് സെന്റർ ഫ്ലോറിഡയിൽ നിന്നാണ് പോകാൻ പോകുന്നത്. അപ്പൊ ഈ മിഷൻ എന്ന് പറയുന്നത് ISS ഡോക്ക് ചെയ്തുകൊണ്ട് ഒരു 14 ഡേ ഡ്യൂറേഷൻ അവിടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യൻ ആസ്ട്രോണറ്റ്സിന് നാസയിൽ നിന്ന് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ പാർട്ട്നേഴ്സ് സ്പേസ് എക്സിൽ നിന്നൊക്കെ ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് സ്പേസ് ക്രാഫ്റ്റ് സിസ്റ്റത്തിൽ, എമർജൻസി പ്രിപ്പയർനെസ്സിൽ, അതുപോലെ ഇന്ത്യ US സ്പേസ് കോർപ്പറേഷൻ ഗോൾസിന്റെ ഭാഗമായിട്ടാണ് ഈ ട്രെയിനിങ് ഒക്കെ നടക്കുന്നത്. Rachel Reeves becomes Britain's first female finance minister after the Labour Party's election victory. റേച്ചൽ റീവ്സ് എന്ന് പറയുന്നത് ബ്രിട്ടനിലെ ആദ്യത്തെ ഫീമെയിൽ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ലേബർ പാർട്ടിയിൽ നിന്നുള്ളത്. ഓക്കെ, ഇപ്പൊ റീവ്സ് എന്ന് പറയുന്നത്
ഫെബ്രുവരി 13, 1979 ജനിച്ചത്. ഫോർമർ ചെസ് ചാമ്പ്യൻ ആയിരുന്നു. എക്സ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എക്കണോമിസ്റ്റ് ആയിരുന്നു. പാർട്ടിയിൽ ജോയിൻ ചെയ്തത് 16-ാമത്തെ വയസ്സിലാണ്. മൗണ്ട് എത്ന. റീസെന്റ് ഇറ്റലിയിലെ മൗണ്ട് എത്ന എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതം, അതുപോലെ സ്മോളർ സ്ട്രോംബോളി വോൾഗാനോയും ആഷും ലാവയൊക്കെ പുറത്തേക്ക് വരുന്നതായിട്ട് അലേർട്ട് ലെവൽസ് കൊടുത്തിട്ടുണ്ട്. യൂറോപ്പിലെ മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള വോൾഗാനോയാണ് ഇത്. വൺ ഓഫ് ദി ലാർജസ്റ്റ് ഓൺ വേൾഡ്. ഇതിന്റെ റെക്കോർഡഡ് വോൾഗാനിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് 1500 BC മുതൽ തന്നെ ഇത് വോൾഗാനിക്കലി ആക്റ്റീവ് ആണെന്നാണ് കരുതപ്പെടുന്നത്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സിസിലിയിലെ ഈസ്റ്റേൺ കോസ്റ്റിലാണ്, ഇറ്റലിയില്. ഇത് ഹയസ്റ്റ് മെഡിറ്ററേനിയൻ ഐലൻഡ് മൗണ്ടെയിൻ ആണ്. മോസ്റ്റ് ആക്റ്റീവ് സ്ട്രാറ്റോ വോൾഗാനോ ആണ് വേൾഡിലെ തന്നെ. ഓക്കെ, 3326 meters ആണ് ഹൈറ്റ് വരുന്നത്. ഹയസ്റ്റ് പീക്ക് ഇൻ ഇറ്റലീസ് സൗത്ത് ഓഫ് ദി ആൽപ്സ്. 10th ജൂലൈ ഗ്ലോബൽ എനർജി ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. അപ്പൊ ഈ ഡേ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് റിന്യൂവബിൾ ഫോംസ് ഓഫ് എനർജി, അതായത് സോളാർ, വിൻഡ്, ജിയോ തെർമൽ പോയിട്ടുള്ള എനർജിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ ജൂലൈ 10 നാഷണൽ ഫിഷ് ഫാമേഴ്സ് ഡേയും കൂടെ ആയിരുന്നു. അപ്പൊ നാഷണൽ ഫിഷ് ഫാമേഴ്സ് ഡേ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പ്രൊഫസർ ഡോക്ടർ ഹീരാലാൽ ചൗധരി ഉണ്ട്, അദ്ദേഹത്തിന്റെ കൊളീഗ് ആയിട്ടുള്ള ഡോക്ടർ KH അലി കുൻഹി. ഇവർ ഇന്ത്യൻ ഫിഷറി സെക്ടറിന് വേണ്ടിയിട്ട് വലിയധികം കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരാണ്. ഇവരെ ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവര് ബ്രീഡിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്നതിലും അതുപോലെ ഇന്ത്യൻ മേജർ കാർപ്സിന്റെ ഹൈപ്പോഫൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് റീപ്രൊഡക്ഷൻ ചെയ്യുന്നതിലൊക്കെ വളരെയധികം സക്സസ്ഫുൾ ആയിരുന്ന സയന്റിസ്റ്റുകളായിരുന്നു. ഇവഞ്ച്വലി ആണ് ഇൻലാൻഡ് എക്വാകൾച്ചറിലേക്ക് ഒരു റെവല്യൂഷൻ ലീഡ് ചെയ്തതും ഇവരാണ്. ഫിഷറീസ് സമ്മർ മീറ്റ് 2024 എന്ന് പറയുന്നത് IDA സ്ക്രബർ ട്രേഡ് സെന്ററിൽ മധുരയിൽ, തമിഴ്നാട്ടിൽ വെച്ചിട്ട് 12th ജൂലൈ 2024 നടക്കുന്നുണ്ട്. ഇത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗ് ന്റെ ചെയർമാൻഷിപ്പിന്റെ കീഴിലാണ്, അതായത് ശ്രീ രാജീവ് രഞ്ജൻ സിംഗിന്റെ കീഴിലാണ് അത് നടക്കുന്നത്. PM മോദി ജോയിൻലി ചെയർഡ് 22nd ഇന്ത്യ-റഷ്യ ആനുവൽ സബ്മിറ്റ് വിത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ. ഇപ്പൊ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ഇപ്പൊ മോസ്കോയിലാണ്. ജൂലൈ 8 മുതൽ 9 വരെയുള്ള ഒരു 2 day ഒഫീഷ്യൽ വിസിറ്റ് മോസ്കോയിൽ നടന്നു. അത് ആദ്യത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് റഷ്യയിലേക്കാണ്. മാർക്കിംഗ് ഹിസ് ഫസ്റ്റ് ട്രിപ്പ് ടു റഷ്യ ഇൻ 9 years സിൻസ് 2015. അദ്ദേഹം 2015 ചാർജ് എടുത്തതിന് ശേഷം റഷ്യയിലേക്കുള്ള ആദ്യത്തെ ട്രിപ്പാണ്. അപ്പൊ മിസ്റ്റർ പുതിൻ, വ്ളാഡിമിർ പുതിൻ ആണ് റഷ്യൻ പ്രസിഡന്റ്. PM മോദിജീനെ എന്താ പറയാ സ്വീകരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ യുക്രൈനുമായിട്ടുള്ള ഈ മിലിറ്ററി റിക്വയർമെന്റിന്റെ സർവീസസും കാര്യങ്ങളൊക്കെ, അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. PM മോദി paid tribute at the tomb of unknown soldier at the Kremlin wall in Moscow, dedicated to the Soviet soldiers who lost their lives during World War II. World War II സോവിയറ്റ് സോൾജിയേഴ്സിന് ജീവൻ നഷ്ടപ്പെട്ട ആളുകളെ ഒരു ടോംബ് ഉണ്ട്, ടോംബ് ഓഫ് ദ അൺനോൺ സോൾജിയേഴ്സ് അറ്റ് ദ ക്രെംലിൻ വാൾ മോസ്കോയിൽ. അവിടേക്ക് പോയി അദ്ദേഹം അവിടെ ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്തുകൊണ്ട് മിസ്റ്റർ മോദീസ് അഡ്രസ് ടു ദ ഇന്ത്യൻ ഡയസ്പോറ ഇൻ മോസ്കോ വെർ ഹി ഹെയിൽഡ് റഷ്യസ് ഇന്ത്യസ് ഓൾ വെദർ ഫ്രണ്ട് സച്ച് ദുഃഖ സാത്തി. എല്ലാ സമയത്തും ഇന്ത്യയുടെ ഫ്രണ്ട് ആയിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ, ഓൾ വെദർ ഫ്രണ്ട് അല്ലെങ്കിൽ സച്ച് ദുഃഖ സാത്തി എന്നുള്ള ഒരു രീതിയിൽ റഷ്യയിലെ മോസ്കോയിലുള്ള ഇന്ത്യൻ ഡയസ്പോറനെ അദ്ദേഹം അഡ്രസ് ചെയ്യുകയും ചെയ്തിരുന്നു. റഷ്യൻ പ്രസിഡന്റും നമ്മുടെ പ്രൈം മിനിസ്റ്ററും ഇന്ത്യ റഷ്യ കോർപ്പറേഷൻ അപ്രീഷിയേറ്റ് ചെയ്തു. അത് മെയിനായിട്ട് ഫുഡ്, ഫ്യൂവൽ, ഫെർട്ടിലൈസർ ഷോർട്ടേജ് ഇന്ത്യൻസിന് പാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ നടന്നപ്പോൾ റഷ്യ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ്. PM മോദി ഇന്ത്യ വിൽ സെറ്റ് അപ്പ് 2 new consulates in Russia cities of Kazan and യക്കത്തെറിൻബർഗ്. യക്കത്തെറിൻബർഗ് അല്ലെങ്കിൽ കസാൻ 2 സ്ഥലങ്ങളിൽ ഇന്ത്യ 2 പുതിയ കൺസുലേറ്റ്സ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ അംബാസിഡർ, റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ എന്ന് പറയുന്നത് വിനയ് കുമാർ ആണ്. അപ്പോ റൊസാത്തോം പാവലിയോൺ മോസ്കോയിൽ അതും വിസിറ്റ് ചെയ്തിരുന്നു നവംബർ 2023. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് എക്സിബിഷൻസ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. ടെക്നോളജിക്കൽ അതുപോലെ സയന്റിഫിക് ഡെവലപ്മെന്റിന്റെ ഹിസ്റ്ററിയിൽ ഒരു ലാർജസ്റ്റ് എക്സിബിഷൻ ആണ് അത്. അതുപോലെ ഒരു ബൈലാറ്ററൽ ട്രേഡ് ടാർഗറ്റും എഗ്രി ചെയ്തിട്ടുണ്ട്, $100 billion ബൈ 2030. പിന്നെ ന്യൂ ആർക്കിടെക്ചർ ഓഫ് സ്റ്റേബിൾ ആൻഡ് എഫിഷ്യന്റ് ട്രാൻസ്പോർട്ട് കോറിഡോർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് ചെന്നൈ വ്ളാഡിവോസ്ക് എന്ന് പറയുന്ന ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ ആണ്. അതുപോലെ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുമെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ഗഗൻ നാരംഗ് റീപ്ലേസസ് മാരി കോം ആസ് ഇന്ത്യസ് ചെഫ് ഡിഷ് മിഷൻ. PV Sindhu and Sharad Kamal to be the flag bearers. അപ്പൊ 4-time ഒളിമ്പ്യൻ ആൻഡ് 2012 ഒളിമ്പിക് ഗെയിംസിലെ മെൻസ് 10 meter എയർ റൈഫിൾ ബ്രോൺസ് മെഡലിസ്റ്റും ആയിട്ടുള്ള ഗഗൻ നാരംഗ്
Indian Olympic Association chosen by the Indian Olympic Association to replace Mary Kom as the Chef D mission. Chef D mission വേണ്ടിയിട്ട് മേരി കോമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഗഗൻ നാരായണനെ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ. ഇത് അതുപോലെ പാരീസ് ഒളിമ്പിക്സ് വരാൻ പോകുകയാണ് 2024 ജൂലൈ 26 ബിഗിനിങ് വരുന്നത്. അവിടെ ഫ്ലാഗ് ബിയർ ചെയ്യുന്നത്, ഓപ്പണിംഗ് സെറിമണിയിൽ ഫ്ലാഗ് ബിയർ ചെയ്യുന്നത് പി വി സിന്ധുവും ശരത് കമലുമാണ്. ഇപ്പൊ 2 ടൈം ഒളിമ്പിക് മെഡലിസ്റ്റ് ആയിട്ടുള്ള ബാഡ്മിന്റൺ താരമാണ് പി വി സിന്ധു. അതുപോലെ 13 ടൈം കോമൺവെൽത്ത് ഗെയിംസിൽ മെഡലിസ്റ്റ് ആയിട്ടുള്ള ടേബിൾ ടെന്നീസ് വെറ്ററൻ ആണ് ശരത് കമൽ. ഇവരാണ് ഫ്ലാഗ് ബിയേഴ്സ് ഓഫ് ഇന്ത്യ പാരീസ് ഒളിമ്പിക്സിലെ ഓപ്പണിംഗ് സെറിമണിയിൽ. ജാസ്പ്രീത് ബൂംറ സ്മൃതി മന്ദാന നെയ്മഡ് ICC പ്ലെയർ ഓഫ് ദി മന്ത് ഫോർ ജൂൺ. ജൂണിലെ ICC പ്ലെയർ ഓഫ് ദി മന്ത് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജാസ്പ്രീത് ബൂംറ. അതുപോലെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള സ്മൃതി മന്ദാന, അങ്ങനെ രണ്ടുപേരാണ്. ജാസ്പ്രീത് ICC മെയിലും സ്മൃതി മന്ദാന ICC ഫീമെയിൽ പ്ലെയർ ഓഫ് ദി മന്ത് ആയിട്ടാണ് സെലക്ട് ചെയ്യപ്പെട്ടത്. യാരോസ്ലാവ മഹൂച്ചിക് സെറ്റ്സ് ന്യൂ വേൾഡ് റെക്കോർഡ് ഇൻ ഹൈ ജമ്പ്. യാരോസ്ലാവ മഹൂച്ചിക് എന്ന് പറയുന്നത് യുക്രൈന്റെ താരമാണ്. വേൾഡ് ഹൈ ജമ്പില് ആ വുമൺ വേൾഡ് റെക്കോർഡ് നേടിയിരിക്കുകയാണ്. ഓൾ റെക്കോർഡ് 2.09 മീറ്റേഴ്സ് ആണ്. 1987 മുതൽ അത് അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. പാരീസ് ഡയമണ്ട് ലീഗില് അവരുടെ അമേസിംഗ് ഹൈറ്റ് 2.10 മീറ്റർ ആയിട്ട് അവർ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. Anand Marriage Act. National Commission for Minorities held a video conference meeting with 18 states and UTs on July 8 to discuss the implementation and registration of Sikh marriages under the Anand Marriage Act. Sikh marriages Anand Marriage Act ന്റെ കീഴിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ഒരു വീഡിയോ കോൺഫറൻസ് മീറ്റിംഗ് നടത്തിയിരുന്നു. മേഘാലയ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര ആണ് ഈ ഒരു ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യണം, ഈ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സിൽ റിമൈനിങ് സ്റ്റേറ്റ്സിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള ഒരു ഇത് പറഞ്ഞത്. അപ്പൊ ഈ ആനന്ദ് മാരേജ് ആക്ട് എന്ന് പറയുന്നത് 1909 ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിന്റെ സമയത്താണ് ഇനാക്ട് ചെയ്തത്. 2012 പാർലമെന്റ് പാസ്ഡ് ദി ആനന്ദ് മാരേജ് അല്ലെങ്കിൽ അമെന്റ്മെന്റ് ബില്ല് കൊണ്ടുവന്നു. ഇതിൽ സിഖ് ട്രഡീഷണൽ മാരേജസിനെ ലീഗൽ റെക്കഗ്നീഷന്റെ പർവ്യൂവിൽ കൊണ്ടുവച്ചു. അപ്പൊ ഈ ആക്ട് എന്ന് പറയുന്നത് സിഖ് റിലീജിയസ് ലീഡേഴ്സ്, അതായത് ഗ്രാംതി എന്ന് വിളിക്കും, ഇവര് ആണ് മാരേജ് ഓഫീസേഴ്സ് ടു സോൾമിനൈസ് സിഖ് മാരേജസ്. ഓക്കെ, അതുപോലെ ഇതുവഴി സിവിൽ ഓഫീസേഴ്സിന് ആർ ആക്ട് ആസ് മാരേജ് രജിസ്ട്രേഴ്സ് ഓഫ് സിഖ് മാരേജ്. സിഖ് മാരേജിന്റെ മാരേജ് രജിസ്ട്രാർസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് സിവിൽ ഓഫീസേഴ്സും ആയിരിക്കും. സെൻട്രൽ ഗവൺമെന്റ് ഈ അമെന്റ്മെന്റ് അപ്രൂവ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ലെഫ്റ്റ് ഫോർ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്. ഇത് ഓരോ ഇൻഡിവിജ്വൽ സ്റ്റേറ്റിനും യൂണിയൻ ടെറിട്ടറീസിന്റെയും ഫ്രെയിംവർക്കിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. രാജസ്ഥാൻ ടു ബിക്കം ഫസ്റ്റ് സ്റ്റേറ്റ് ടു അഡോപ്റ്റ് എ റോഡ് സേഫ്റ്റി ആക്ഷൻ പ്ലാൻ ഫോർ 10 years. അപ്പൊ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് പോളിസി ആയിട്ടാണ് അക്കമ്പനി ചെയ്യുന്നത്. ഇതിനകത്ത് റോഡ് ആക്സിഡന്റ്സ് സ്റ്റേറ്റിൽ 50% 2030 ആകുമ്പോഴത്തേക്കും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ വേൾഡ് ബാങ്ക് ആണ് ഇതിനുവേണ്ടി അസിസ്റ്റൻസ് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് ഈ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാനുള്ള അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നത്. ഈ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് 3 സ്റ്റേജസ് ആയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഫസ്റ്റ് 2025 മുതൽ 2027 വരെ. സെക്കൻഡ് ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് 2027 മുതൽ 2030 വരെ. തേർഡ് എന്ന് പറയുന്നത് 2030 മുതൽ 2033 വരെ. അപ്പൊ ഇത് ഡിഫറെന്റ് സ്പീഡ് ലിമിറ്റ്സിലെ ഡിഫറെന്റ് ആസ്പെക്ട്സ് കൊണ്ടുവരും. സേഫ് ഡിസ്റ്റൻസ്, ട്രാഫിക് സിഗ്നൽസ്, റോഡ് ബാരിയേഴ്സ്, പെഡസ്ട്രിയൻ സേഫ്റ്റി, അതുപോലെ സീറ്റ് ബെൽറ്റിന്റെ യൂസ്, ഹെൽമെറ്റ് യൂസ്, വെഹിക്കിൾ ഇൻഷുറൻസ്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഒരു ഡിഫറെന്റ് ആസ്പെക്ട്സ് കൊണ്ടുവരും. Punjab get its first plant clinic and soil testing laboratory in Moga. A clinic will provide free soil testing and plant disease diagnosis services to farmers. Farmersന് പ്ലാന്റ് ഡിസീസസിന്റെ ഫ്രീ ഡയഗ്നോസിസ് സർവീസും സോയിൽ ടെസ്റ്റിംഗിന്റെ ഫ്രീ സർവീസും ആണ് ഈ ഒരു പ്ലാന്റ് ക്ലിനിക് സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. മോഗ ഡിസ്ട്രിക്റ്റിലാണ് വന്നിരിക്കുന്നത്. ഇത് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് മോഡേൺ എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെയുണ്ട്. ഇത് നീതി ആയോഗിന്റെ ഒരു ഡെവലപ്മെന്റ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പ്രൊജക്ട് ആണ്. Maharashtra wins Best Agriculture State Award for 2024. അപ്പൊ 15th Agriculture Leadership Award Committee മഹാരാഷ്ട്രയാണ് ബെസ്റ്റ് അഗ്രികൾച്ചർ സ്റ്റേറ്റ് അവാർഡ് 2024 കിട്ടിയതായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കീ ഹൈലൈറ്റ് അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ അഗ്രികൾച്ചർ ഇന്നോവേഷൻസിന്റെ കീ ഹൈലൈറ്റ് നോക്കുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോളിസീസ് മെയിൻ ആയിട്ട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനെയും ഫുഡ് സെക്യൂരിറ്റിയും ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. കൺട്രിയിലെ ലാർജസ്റ്റ് ബാംബു മിഷൻ, അതായത് 21 lakh ഹെക്ടേഴ്സ് ഓഫ് ബാംബുവിനെ കവർ ചെയ്യുന്ന ഒരു ബാംബു മിഷൻ ഇവർ ലോഞ്ച് ചെയ്തു. അതുപോലെ ഇറിഗേഷൻ കാപ്പബിലിറ്റീസ് 17 lakh ഹെക്ടേഴ്സ്
ഇൻക്രീസ് ചെയ്യിക്കാനുള്ള ഒരു ടാർഗറ്റ് കൊണ്ടുവന്നു 123 പ്രൊജക്ട്സിലൂടെ. ഇനി അഗ്രികൾച്ചറൽ ലീഡർഷിപ്പ് അവാർഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ അഗ്രികൾച്ചർ ടുഡേ മാഗസിൻ ഇൻ 2008. ഇത് അഗ്രികൾച്ചറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണ് ഇവിടെ ഹോണർ ചെയ്യുന്നത്. ഇത് എക്സംപ്ലറി ലീഡർഷിപ്പ്, ഗവൺമെന്റ്, ഇൻഡിവിജ്വൽസ്, ഓർഗനൈസേഷൻ ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെയും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. എയർ ഇന്ത്യ വെൽക്കംസ് ഫസ്റ്റ് A320 നിയോ എയർക്രാഫ്റ്റ്. ഇപ്പൊ ടാറ്റ ഗ്രൂപ്പ് ഓൺഡ് ആയിട്ടുള്ള എയർ ഇന്ത്യ ആദ്യത്തെ നാരോ ബോഡി എയർക്രാഫ്റ്റ് എയർബസ് A320 നിയോനെ റിസീവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആണ് എയർ ഇന്ത്യ പ്രീമിയം എക്കണോമി നാരോ ബോഡി എയർക്രാഫ്റ്റിൽ ഓഫർ ചെയ്യുന്നത്. അപ്പൊ A320 നിയോ എന്ന് പറയുന്നത് സർവീസിൽ എൻ്റർ ചെയ്തത് ഓഗസ്റ്റ് 2024 എയർ ഇന്ത്യ എന്ന് പറയുന്നത് JRT ടാറ്റയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് October 15, 1932 നടന്നത്. എയർലൈൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് ഓൺ ചെയ്യുന്നത് for 69 years before it was bought back by the Tata company January 2025. ഏകദേശം 69 വർഷത്തോളം ഗവൺമെന്റിന്റെ കയ്യിലായിരുന്നു. പിന്നീട് ടാറ്റ ഗ്രൂപ്പ് 2022 അത് ബോട്ട് ബാക്ക് ചെയ്യാണ് ചെയ്തത്. ബജാജ് ഓട്ടോ ലോഞ്ചസ് വേൾഡ്സ് ഫസ്റ്റ് CNG മോട്ടോർ സൈക്കിൾ. ബജാജ് ഓട്ടോ ലിമിറ്റഡ് വേൾഡിലെ ആദ്യത്തെ CNG മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ദ ഫ്രീഡം. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 95,000 മുതൽ 1,10,000 വരെ വരും. ICICI Bombard launches AI powered health insurance plan Elevate. അപ്പോൾ ഇതൊരു പേഴ്സണലൈസ്ഡ് സൊല്യൂഷൻ ആണ്. മെയിൻ ആയിട്ട് ഡൈനാമിക് ലൈഫ് സൈക്കിൾ, മെഡിക്കൽ എമർജൻസി, മെഡിക്കൽ ഇൻഫ്ലേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. Eliza D. Anda Madraso assumes FATF presidency for 2024-26. എലൈസ ഡി ആൻഡ മദ്രാസോ എന്ന് പറയുന്ന മെക്സിക്കോയിലെ ഒരു ലേഡിയാണ്. അവരാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് FATFന്റെ പ്രസിഡൻസി അസ്യൂം ചെയ്യുന്നത് അടുത്ത 2 വർഷത്തേക്ക്, അതായത് 2024 ജൂലൈ മുതൽ 2026 ജൂൺ വരെ. അപ്പൊ FATF ഫൗണ്ട് ചെയ്തത് ജൂലൈ 1989 FATFന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് പാരീസിലാണ്, ഫ്രാൻസ്. ഇനി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്താണെന്ന് കൂടെ നോക്കാം. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1989 G7 സബ്മിറ്റ് പാരീസിൽ വെച്ച് നടന്നപ്പോൾ മണി ലോണ്ടറിംഗിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പോളിസീസ് ഡെവലപ്പ് ചെയ്യാനാണ് FATF കൊണ്ടുവന്നത്. 2001 ഇത് ടെററിസം ഫിനാൻസിംഗിൽ എക്സ്പാൻഡ് ചെയ്തു, അത് മാൻഡേറ്റ് ചെയ്തു. ഹെഡ് ക്വാർട്ടേഴ്സിൽ അതായത് ഇറ്റ് മാൻഡേറ്റ് എക്സ്പാൻഡഡ് ടു ഇൻക്ലൂഡ് ടെററിസം, അതിനകത്ത് ടെററിസം ഫിനാൻസിംഗും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് പാരീസ്, ഫ്രാൻസ്. ഇന്ത്യ FATFന്റെ മെമ്പർ ആയത് 2010. HCL Tech's Roshni Nadar Malhotra receives France's highest civilian honor. So, Chevalier de la Legion d'Honneur എന്നാണ് ഈ നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഹോണർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതായത് ഫ്രാൻസിലെ ഹൈയസ്റ്റ് സിവിലിയൻ അവാർഡാണിത്. ഈ അവാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 1802 നെപ്പോളിയൻ ബോണപ്പാർട്ട് ആണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് സർവീസ് റെക്കഗ്നൈസ് ചെയ്യുക, അതുപോലെ അത് ഏത് നാഷണാലിറ്റി ആണെന്ന് നോക്കാതെ റിഗാർഡ്ലെസ് ഓഫ് നാഷണാലിറ്റി ഫ്രാൻസിന് വേണ്ടി സർവീസ് ചെയ്തവരുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സർവീസസിനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ നെക്സ്റ്റ് 11th ജൂലൈ വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്. അപ്പം നമ്മുടെ ഇവിടെ പോപ്പുലേഷൻ, വേൾഡിൽ പോപ്പുലേഷൻ കൂടി വരികയാണ്. അപ്പൊ ആ ഇഷ്യൂവിനെ ഒരു അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. UNDP UN ഡെവലപ്മെന്റ് പ്രോഗ്രാം വേൾഡ് പോപ്പുലേഷൻ ഡേ 1987 ജൂലൈ 11 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ വേൾഡിലെ പോപ്പുലേഷൻ 5 ബില്യൺ ആയ സമയത്താണ് ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി, ഡേ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡേ കൊണ്ടുവന്നത്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ടു ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവരി വൺ എന്നുള്ളതാണ്. നെക്സ്റ്റ് ഗൗതം ഗംഭീർ അപ്പോയിന്റഡ് ആസ് ഇന്ത്യസ് മെൻസ് ക്രിക്കറ്റ് ടീം ഹെഡ് കോച്ച്. ഇപ്പോ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ BCCI വേൾഡ് കപ്പ് വിന്നറും ഫോമർ ബാറ്ററും ആയിട്ടുള്ള ഗൗതം ഗംഭീറിനെ മെൻസ് സീനിയർ ടീമിന്റെ ഹെഡ് കോച്ചായിട്ട്, ക്രിക്കറ്റ് കോച്ചായിട്ട് നിയമിച്ചിരിക്കുകയായിരുന്നു. ഇതിനു മുൻപ് രാഹുൽ ദ്രാവിഡ് ആയിരുന്നു ഹെഡ് കോച്ചായിട്ട് ഉണ്ടായിരുന്നത്. Adani Group announced as principal sponsor for Indian team at 2024 Paris Olympics. Adani Group ആണ് ഇന്ത്യൻ പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ സ്പോൺസർ ചെയ്യുന്നത്. അവര് ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, #ദേശ് കാ ഗീതത് ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇന്റർനാഷണൽ ഒളിമ്പിക്കൽ അസോസിയേഷൻ BPCL പ്രിൻസിപ്പൽ സ്പോൺസർ ആയിട്ട് പാരീസ് 2024 ഒളിമ്പിക്സ് മുതൽ ലണ്ടൻ ഒളിമ്പിക്സ് 2028 വരെയാണ് കണക്കാക്കിയിരിക്കുന്നത്. Professor Dr. Soumya Swaminathan appointed as the principal advisor at the Union Ministry of Health and Family Welfare for National Tuberculosis Elimination Program. അപ്പൊ നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമിന്റെ പ്രിൻസിപ്പൽ അഡ്വൈസർ ആയിട്ട് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ
ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സ്വാമിനാഥൻ ഇസ് ദ ഫോമർ ചീഫ് സയന്റിസ്റ്റ് ഓഫ് ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ഒരു സയന്റിസ്റ്റും കൂടെ ആയിരുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും കൂടെ ആയിരുന്നു. PM Modi receives Russia's highest civilian honor, the Order of St. Saint Andrews the Apostle. ഇപ്പൊ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിക്ക് റഷ്യയിലെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് സിവിൽ ഓണർ ആയിട്ടുള്ള ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂസ് അപ്പോസ്റ്റൽ എന്ന് പറയുന്ന ഒരു ഇത് കിട്ടിയിരിക്കുകയാണ്. പ്രസിഡന്റ് ഓഫ് റഷ്യ വ്ളാഡിമിർ പുതിൻ ആണ് ഇത് മിസ്റ്റർ മോദിക്ക് പ്രസന്റ് ചെയ്തത്. ഈ അവാർഡ് ശരിക്കും അനൗൺസ് ചെയ്തത് 2019 PM മോദിയാണ് ഇത്തരത്തിലൊരു അവാർഡ് മേടിക്കുന്ന ഇന്ത്യൻ ലീഡർ എന്ന് പറയുന്നത്, ആദ്യത്തെ ഇന്ത്യൻ ലീഡർ. 1698 ഈ അവാർഡ് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് സാർ പീറ്റർ ആയിരുന്നു. അപ്പൊ അത് സെയിന്റ് ആൻഡ്രൂവിനെ ഓണർ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം ഈ സെയിന്റ് ആൻഡ്രൂ എന്ന് പറയുന്നത് ഫസ്റ്റ് അപ്പോസ്റ്റൽ ആൻഡ് പാട്രൺ സെയിന്റ് ഓഫ് റഷ്യ ആയിരുന്നു. അദ്ദേഹത്തിന് ഓണർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു അവാർഡ് വരുന്നത്. ഈ ഒരു ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത് അബോളിഷ് ചെയ്തു 1918 അത് അബോളിഷ് ചെയ്യുകയുണ്ടായി റഷ്യൻ റവല്യൂഷന്റെ ഭാഗമായിട്ട്. പിന്നീട് ഇത് 1998 റീ എസ്റ്റാബ്ലിഷ് ചെയ്യുകയുണ്ടായിരുന്നു. MOD and CESL sign Memorandum of Understanding for STREE program. Ministry of Rural Development അതുപോലെ കൺവേർജൻസ് എനർജി സർവീസ് ലിമിറ്റഡും കൂടെ ചേർന്നിട്ട് ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് ഫോർ റൂറൽ എന്റർപ്രണേഴ്സ് ത്രൂ ഇലക്ട്രിക് ബൈസൈക്കിൾസ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, അതായത് സ്ത്രീ എന്ന പ്രോഗ്രാം. ഇത് ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മിഷൻ വരുന്നത്. ഈ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് റൂറൽ വുമണിനെ എംപവർ ചെയ്യുക, അവരുടെ എക്കണോമിക് ഇൻഡിപെൻഡൻസ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ ഇലക്ട്രിക് ബൈസൈക്കിൾസ് ഒക്കെ വഴിയിട്ട് അവരുടെ ലാസ്റ്റ് മൈൽ മൊബിലിറ്റി ഒക്കെ റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു. ഈ പാർട്ണർഷിപ്പ് സപ്പോർട്ട് എന്ന് പറയുന്നത് 3 crore ലഖ്പതി നിധീസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. സെക്കൻഡ് ബിംസ്റ്റെക് ഫോറിൻ മിനിസ്റ്റേഴ്സ് റിട്രീറ്റ് ടു ടേക്ക് പ്ലേസ് on July 11 in New Delhi. For second Bay of Bengal initiative for multi-sectoral technical and economic cooperation, BIMSTEC ന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് നടക്കുകയാണ്. അത് ഡൽഹിയിൽ വെച്ചിട്ടാണ് July 11 നടന്നത്. ഈ ബിംസ്റ്റെക്കിന്റെ ഫസ്റ്റ് എഡിഷൻ ലാസ്റ്റ് ഇയറിൽ ബാങ്കോക്കിൽ തായ്ലൻഡിൽ വെച്ചിട്ടാണ് നടന്നത്. ബിംസ്റ്റെക് എന്ന് പറയുന്ന ഒരു 7 സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിന്റെ ഗ്രൂപ്പിംഗ് ആണ്. ബിംസ്റ്റെക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1997 ബാങ്കോക്ക് ഡിക്ലറേഷന്റെ ഭാഗമായിട്ടാണ്. ധാക്ക ബംഗ്ലാദേശിലാണ് സെക്രട്ടേറിയറ്റ്. ബിംസ്റ്റെക് എന്ന് പറയുന്നത് ഇനീഷ്യലി 4 മെമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ, ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ്, June 6, 1997. പിന്നീട് ഇപ്പോൾ 7 മെമ്പേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്. ഫിലിപ്പീൻസ് ചൂസൺ ടു ഹോസ്റ്റ് ക്ലൈമറ്റ് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് ബോർഡ്. അപ്പൊ ഫിലിപ്പീൻസ് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് UN ക്രിയേറ്റ് ചെയ്തതാണ്. അതിന്റെ ഒരു ബോർഡ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇറ്റ്സ് another step towards providing financial help for countries to recover and rebuild from the impact of global warming. ഗ്ലോബൽ വാർമിംഗിന്റെ ഇമ്പാക്ട് റീബിൽഡ് ചെയ്യുകയും റിക്കവർ ചെയ്യുകയും ചെയ്യുന്ന കൺട്രീസിന് ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുന്ന മറ്റൊരു അനദർ സ്റ്റെപ്പാണിത് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ COP27 ഈജിപ്തിൽ വെച്ച് 2022 നടന്നു. ആ സമയത്താണ് UN ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് ഡെഡിക്കേറ്റ് ചെയ്തത്. മെയിൻ ആയിട്ട് ഇറിപ്പയറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ഡ്രൈവൻ ഡാമേജ് ഡ്രോട്ട് വഴിയും ഫ്ലഡ് വഴിയും സീ ലെവൽ റൈസ് ചെയ്യുന്നത് വഴിയൊക്കെ നടന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ഫണ്ട് കൊണ്ടുവന്നത്. ഫിലിപ്പൈൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജെആർ ആണ്. മഹാരാഷ്ട്ര അനൗൺസസ് ഫ്രീ ഹയർ എഡ്യൂക്കേഷൻ പോളിസി ഫോർ EWS, SCBC ആൻഡ് OBC ഗേൾസ്. മഹാരാഷ്ട്ര ഗവൺമെന്റ് അനദർ വുമൺ ഓറിയന്റഡ് പോളിസി കൊണ്ടുവന്നിരിക്കുകയാണ്. ഹയർ എഡ്യൂക്കേഷൻ ഗേൾസിന് ഫ്രീ ആയിട്ട് കൊടുക്കുക, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻ, അതർ ബാക്ക്വേർഡ് ക്ലാസസ്, ഇവർക്കെല്ലാം ഇതിലെല്ലാം ഉൾപ്പെടുന്ന ഗേൾസിന് ഹയർ എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കാന്നുള്ള ഒരു വുമൺ ഓറിയന്റഡ് പോളിസിയും കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. വുമൺ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അഡീഷണലി ട്യൂഷൻ ആൻഡ് എക്സാം ഫീസ് ഓർഫൻഡ് സ്റ്റുഡൻസിനും അത് 2 ജെൻഡറിലുള്ളവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുക. അതുപോലെ ഈ ഡിസിഷൻ എന്ന് പറയുന്നത് അക്കാഡമിക് ഇയർ 2024-25 മുതലാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഗവൺമെന്റ് ഇതിന് വേണ്ടി അഡീഷണൽ എക്സ്പെൻസ് ആയിട്ടുള്ള 906 crores rupees ആണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ഈ ഗേൾസ് OBCയിലെയും EWS കാറ്റഗറീസിലെയും ഗേൾസിന് ഇപ്പൊ 50% ഫീ റീഫണ്ട് ആണ് കിട്ടുന്നത്. ഇനി മുതൽ അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കാം. ദ ബിർലെസ്റ്റിക് 2024 എക്സസൈസ്. അപ്പൊ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് മിലിറ്ററി പേഴ്സൺസ് ആണ്. 5 പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസ് ഉണ്ട്: അസർബൈജാൻ, കസക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജക്കിസ്ഥാൻ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ. ഇത് നടക്കുന്നത് ഒയ്മാഷ ട്രെയിനിങ് ഗ്രൗണ്ട് ആണ്, ക്യാപെ ടോക്മാക്, കസക്കിസ്ഥാന്റെ കാസ്പിയൻ സീ അക്വട്ടോറിയത്തിന്റെ ഭാഗത്ത്. ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റീജിയണൽ ഡിഫൻസ് കോർപ്പറേഷൻ എൻഹാൻസ് ചെയ്യുക, ജോയിന്റ് ഓപ്പറേഷണൽ പ്ലാനിങ് റെഡിനെസ് വഴി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്.
ഇതിന്റെ ഡ്യൂറേഷൻ ജൂലൈ 11 മുതൽ ജൂലൈ 17 വരെയാണ്. ഇതിനകത്ത് 4000-ഓളം മിലിറ്ററി പേഴ്സൺസ് ഇൻവോൾവ് ആണ്. ഇതിനകത്ത് ട്രെയിനിങ് ഉണ്ട്. അതിന് ലാൻഡ്, എയർ, നേവൽ ഫോഴ്സസിൽ നിന്നുള്ളവരെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. 12th ജൂലൈ പേപ്പർ ബാഗ് ഡേ ആണ്. ഇൻ 1852 ഫ്രാൻസിസ് വോളി ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് പേപ്പർ ബാഗ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് മെഷീൻ ഇൻവെന്റ് ചെയ്തത്. 1999 സാൻ ഫ്രാൻസിസ്കോയില് ഒരു സിഗ്നിഫിക്കന്റ് സ്റ്റെപ്പ് നടന്നു. അതായത് പ്ലാസ്റ്റിക് ബാഗ്സ് ബാൻ ചെയ്യുന്ന ഫസ്റ്റ് സിറ്റി ആയിട്ട് മാറി. ഗ്രോസറി സ്റ്റോറിലും ഫാർമസീസിലൊക്കെ അവര് പ്ലാസ്റ്റിക് ബാഗ്സ് നിരോധിച്ചു. 12th ജൂലൈ മലാല ഡേയും കൂടെയാണ്. അപ്പോൾ എല്ലാ വർഷവും 12th ജൂലൈ മലാല യൂസഫ്സായിയുടെ ബർത്ത്ഡേ ഓണർ ചെയ്തുകൊണ്ട് മലാല ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. മലാല യൂസഫ്സായി ഒരു പാകിസ്ഥാനി എഡ്യൂക്കേഷൻ ആക്ടിവിസ്റ്റ് ആണ്, നോബൽ ലോറേറ്റ് ആണ്, വേൾഡിലെ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. 2014 ഡിസംബറിൽ മലാല നോബൽ പീസ് പ്രൈസ് റിസീവ് ചെയ്യുന്ന യങ്ങസ്റ്റ് പേഴ്സൺ ആയിട്ട് മാറിയിരുന്നു. പ്രസിഡന്റ് മുർമു അൺവീൽസ് ദുരന്ത് കപ്പ് ട്രോഫി 2024. അപ്പോ ഈ ട്രോഫീസ് എന്ന് പറയുന്നത് ദുരന്ത് കപ്പിന്റെ ട്രോഫീസ് ആണ് അൺവീൽ ചെയ്തത്. അതുപോലെ പ്രസിഡന്റ്സ് കപ്പ്, അതുപോലെ ഷിംല ട്രോഫി, ഇത്രയും ട്രോഫീസ് ആണ് പ്രസിഡന്റ് അൺവീൽ ചെയ്തത്. ദുരന്ത് കപ്പ് എന്ന് പറയുന്നത് ഏഷ്യാസ് ഓൾഡസ്റ്റ് ആൻഡ് വേൾഡ് ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്സ് വേരിയസ് കൺട്രിയുടെ അക്രോസ് ചെയ്തുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇനാഗുറൽ എഡിഷൻ നടക്കുന്നത് ഷിംലയിൽ വെച്ചിട്ട് 1888 പിന്നീട് അത് ആർമി ഇറ്റ് സ്റ്റാർട്ടഡ് ഓഫ് ആസ് എൻ ആർമി കപ്പ്, പിന്നീട് ഒരു ആർമി കപ്പായിട്ട് തുടങ്ങി. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി ട്രൂപ്സ് ഒക്കെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ടൂർണമെന്റ് എന്ന് പറയുന്നത് സർ ഹെൻറി മോർട്ടിയർ ദുരന്താണ്, ദുരന്തിന്റെ പേരാണ് ഈ ഒരു ടൂർണമെന്റിന് പിന്നീട് കൊടുത്തത്. ദുരന്ത് കപ്പ് ടൂർണമെന്റ് എന്ന് പറയുന്നത് യുണീക്ക് ആണ്. ഈ ദുരന്ത് കപ്പ് എന്ന് പറയുന്നത് റോളിംഗ് ട്രോഫി ആണ് ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത്. ഷിംല ട്രോഫി എന്ന് പറയുന്നത് റോളിംഗ് ട്രോഫി ഉണ്ട്, അത് ഷിംലയിലെ റെസിഡൻസിനായിരുന്നു ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. പ്രസിഡന്റ്സ് കപ്പ് എന്ന് പറയുന്നത് പെർമനന്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാണ്. ഫസ്റ്റ് പ്രസിഡന്റഡ് ബൈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു 1956. സെക്കൻഡ് ഫേസ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് വേൾഡ്സ് ലാർജസ്റ്റ് രാമായൺ ടെമ്പിൾ ബിഗിൻസ് ഇൻ ബീഹാർ. അപ്പോൾ വേൾഡിലെ ലാർജസ്റ്റ് രാമായൺ ടെമ്പിളിന്റെ കൺസ്ട്രക്ഷന്റെ സെക്കൻഡ് ഫേസിൽ എത്തിയിരിക്കുകയാണ്. ബീഹാറിലെ ഈസ്റ്റ് ചമ്പാരൻ ഡിസ്ട്രിക്റ്റിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 3.76 ലാഖ് സ്ക്വയർ ഫീറ്റ് വരും അതിന്റെ ഒരു വിസ്തീർണം എന്ന് പറയുന്നത്. ജൂൺ 2023 സ്റ്റാർട്ട് ചെയ്തത്. 2025 ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് കൺസ്ട്രക്ഷൻ. ഒരു 1080 ഫീറ്റ് ആണ് ലെങ്ത് വരുന്നത്. വിരാട് രാമായൺ മന്ദിർ എന്ന് പറയുന്നത് ഇതിന് രാമായൺ മന്ദിറിനേക്കാളും 3 times ബിഗർ ആണ്. അതുപോലെ രാം ടെമ്പിൾ ഇൻ അയോധ്യ അതിനേക്കാളും വലുതാണ്. സിമിലർലി അയോധ്യ ടെമ്പിൾ 161 ഫീറ്റ് ആണ് വരുന്നത്. വിരാട് രാമായൺ ടെമ്പിൾ എന്ന് പറയുന്നത് 270 ഫീറ്റ് ആണ് വരുന്നത്. അപ്പോ ഇതൊരു 500 കോടി കോസ്റ്റിലാണ് ഇത് പണിയുന്നത്. ഈ ടെമ്പിൾ എന്ന് പറയുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് ശിവലിംഗ് ആണ്. അതായത് 33 ഫൂട്ട് ടോളിംഗ് ശിവലിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. 22 സാങ്ക്ടോറം വരുന്നുണ്ട്. സാങ്ക്ടോറം എന്ന് പറയുന്നത് നമ്മുടെ ആ ഗർഭഗൃഹ എന്ന് പറയുന്ന ഒരു ഇത്, അതായത് എവിടെയാണ് ഡയറ്റി ഇരിക്കുന്ന ആ ഏരിയ. ഇതിനകത്ത് ടോട്ടൽ 12 ഷിക്കാരാസ് ഉണ്ട് ടെമ്പിളിനകത്ത്. ഈ ഷിക്കാരാസിനൊക്കെ 270 ഫീറ്റോളം ടോളാണെന്നാണ് പറയുന്നത്. ഓം ബിർള ലെഡ് ഡെലിഗേഷൻ ടു ബ്രിക്സ് പാർലമെന്ററി ഫോറം. അപ്പൊ ലോക്സഭ സ്പീക്കർ ആയിട്ടുള്ള ഓം ബിർളയാണ് ഇന്ത്യൻ പാർലമെന്ററി ഡെലിഗേഷൻ 10th ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിൽ പോകുന്നത്. അത് സെന്റ് പീറ്റേഴ്സ്ബർഗ് റഷ്യയിൽ വെച്ചിട്ട് ജൂലൈ 11-12 തീയതികളിലാണ് നടന്നത്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് റോൾ ഓഫ് പാർലമെന്റ്സ് ഇൻ സ്ട്രെങ്തനിങ് മൾട്ടിലാറ്ററലിസം ഫോർ ഇക്വിറ്റബിൾ ഗ്ലോബൽ ഡെവലപ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതായിരുന്നു. ബ്രിക്സ് എന്താണെന്ന് നോക്കാം. ഒരു ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. ഇതിനകത്ത് ബ്രസീൽ ഉണ്ട്, റഷ്യ ഉണ്ട്, ഇന്ത്യ ഉണ്ട്, ചൈനയുണ്ട്, സൗത്ത് ആഫ്രിക്ക ഉണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്ത കുറെ ആൾക്കാരുണ്ട്. ഇറാൻ, സൗദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. 2006 ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ബ്രിക് എന്നായിരുന്നു പേര്. പിന്നീട് സൗത്ത് ആഫ്രിക്ക ജോയിൻ ചെയ്തു 2010. അങ്ങനെ ബ്രിക്സ് എന്നായി പേര്. ബ്രിക്സിന്റെ പ്രസിഡൻസി എന്ന് പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുതിൻ ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ 46 of the world population with China and India alone accounts for 86%. അതായത് 46% of world's population ഇതിനകത്താണ് വരുന്നത്. ചൈന ഇന്ത്യയും കൂടെ മാത്രം 86% വരുന്നുണ്ട്. 36% ഗ്ലോബൽ GDP, അതായത് ചൈന എലോൺ തന്നെ 65% ബ്രിക്സിന്റെ വരുന്നുണ്ട്. 25% വേൾഡ് ട്രേഡ് ഒക്കെ ഈ ബ്രിക്സ് രാജ്യങ്ങളിലൂടെയാണ് നടക്കുന്നത്. BSF ഓർഗനൈസേഴ്സ് ഗ്രോത്ത് വിത്ത് ദ ട്രീസ് പ്ലാന്റേഷൻ ഡ്രൈവ് ഇൻ ശ്രീനഗർ. അപ്പൊ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഗ്രോ വിത്ത് ട്രീസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് ശ്രീനഗറിൽ. മെയിൻ ആയിട്ട് എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. യൂണിയൻ മിനിസ്റ്റർ ഗജേന്ദ്ര സിംഗ്
Shekhawat inaugurates photo exhibition Thailand-India Interwoven Leagues Stream of Faith in Buddhism. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം ആണ് ഈ ഒരു ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നാഷണൽ മ്യൂസിയം ഇൻ ന്യൂഡൽഹിയിലാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അഗ്രികൾച്ചർ ലീഡർഷിപ്പ് അവാർഡ്സ് 2024 നാഗാലാൻഡ് അഡ്ജഡ്ജ്ഡ് ആസ് ബെസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഹോർട്ടിക്കൾച്ചർ. അപ്പോ അഗ്രികൾച്ചർ ലീഡർഷിപ്പ് അവാർഡ്സ് വന്നിരിക്കുകയാണ്. അതിൽ നാഗാലാൻഡ് ആണ് ബെസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഹോർട്ടിക്കൾച്ചർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, ഇത് അഗ്രികൾച്ചർ ലീഡർഷിപ്പ് കോൺക്ലേവിന്റെ ഭാഗമായിട്ടാണ് നടന്നത്. ഈ അവാർഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന് മെയിൻ ആയിട്ട് ഈ പറയുന്ന ഹോർട്ടിക്കൾച്ചറിന്റെ ഡെവലപ്മെന്റിനും പോളിസീസും പ്രോഗ്രാംസും ഒക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനാണ് കൊടുക്കുന്നത്. അതായത് ഇതൊക്കെ പോസിറ്റീവ്ലി സ്റ്റേറ്റിലെ റൂറൽ പീപ്പിൾസിനെയും ഫാമേഴ്സിനെയും ഒക്കെ എത്രത്തോളം ടച്ച് ചെയ്തു എന്നുള്ളതും ഇവിടെ കണക്കെടുക്കുന്നുണ്ട്. ആനുവൽ അവാർഡ്സ് ആണ് ഇത്. 2008 ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. മെയിൻ ആയിട്ട് ഇത്തരത്തിലുള്ള അഗ്രികൾച്ചർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെയും ഓർഗനൈസേഷൻസിനെയും ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നാഗാലാൻഡിലെ GI രജിസ്ട്രേഷൻ 3 ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിന് കിട്ടിയിരുന്നു. നാഗ മിർച്ച, നാഗ ട്രീ ടൊമാറ്റ, നാഗ സ്വീറ്റ് കുക്കുംബർ, അങ്ങനെ 3 എണ്ണത്തിന്. ഓക്കെ, GRSC Accelerated Innovation Nurturing Scheme Gains 2024 launched. അപ്പൊ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് ഫോർ ഡിഫൻസ് സഞ്ജയ് സേത്ത് GRSC ആക്സിലറേറ്റഡ് ഇന്നോവേഷൻ നർച്ചറിംഗ് സ്കീം ഗെയിൻസ് 2024 എന്ന് പറയുന്ന ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്തു. ഈ GRSC എന്ന് പറയുന്നത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒന്നാണ്. ഈ ഗെയിൻസ് എന്ന് പറയുന്നത് മെയിൻ എയിം എന്ന് പറയുന്ന ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുക, ഫ്യൂച്ചർ റെഡി ഷിപ്പ് യാർഡിന് വേണ്ടിയിട്ട്. ഈ സ്കീം എന്ന് പറയുന്നത് ഷിപ്പ് യാർഡ് പ്രോബ്ലംസ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് കൊടുക്കുക, അതുപോലെ ഇന്ത്യൻ സ്റ്റാർട്ടപ്സ് MSMEs ഒക്കെ ഈ ഒരു മേഖലയിൽ വരുന്നതിന് കൂടുതൽ ടെക്നോളജി ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക. ഗെയിംസ് 2024 പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റിന്യൂവബിൾ അല്ലെങ്കിൽ ഗ്രീൻ എനർജി എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി എൻഹാൻസ്മെന്റ്, ഇത്തരം ഏരിയാസിൽ വേണം, ഇത്തരം തീമിൽ വേണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്നും പറയുന്നുണ്ട്. മ്യൂച്വൽ റെക്കഗ്നീഷൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് തായ്വാൻ ഫോർ ഓർഗാനിക് പ്രൊഡക്ട്സ്. അപ്പൊ ആദ്യമായിട്ട് ഒരു ബൈലാറ്ററൽ എഗ്രിമെന്റ് ഓർഗാനിക് പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് ഇന്ത്യയും തായ്വാനും ഒപ്പുവെച്ചിരിക്കുകയാണ്. അത് 9th വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ ട്രേഡ് മീറ്റിംഗ് ഓഫ് ഇന്ത്യ ആൻഡ് തായ്വാൻ ഇൻ ന്യൂഡൽഹിയിൽ വെച്ച് നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം എഗ്രിമെന്റിൽ എത്തിയത്. അപ്പോൾ ഈ ഒരു ഇംപ്ലിമെന്റേഷൻ ഏജൻസി എന്ന് പറയുന്നത് MRA ആണ്, അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി അപ്പേഡ. അതുപോലെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഇന്ത്യൻ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് ഏജൻസി, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ തായ്വാൻ, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഓർഗാനിക് പ്രൊഡക്ട്സിന്റെ ട്രേഡ് ബൂസ്റ്റ് ചെയ്യിക്കും രണ്ട് കൺട്രീസിനിടയിലും. കൂടാതെ ഇന്ത്യൻ ഓർഗാനിക് പ്രൊഡക്ട്സ് ആയിട്ടുള്ള അരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ്, റൈസ്, പ്രോസസ്ഡ് ഫുഡ്, ഗ്രീൻ, ബ്ലാക്ക് ഓർ ഹെർബൽ ടീ, ഇതിന്റെയൊക്കെ എക്സ്പോർട്ട് തായ്വാനിലേക്ക് കൂട്ടാനും സഹായിക്കും. അതുപോലെ ഈ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ അത് കൺഫേം ചെയ്യും അണ്ടർ ഇന്ത്യൻ ഓർഗാനിക് ലോഗോയുടെ കീഴിൽ ഇവരത് കൺഫേം ചെയ്തിട്ടാണ് എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ സിമിലർലി അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് തായ്വാനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തായ്വാൻ ഓർഗാനിക് ലോഗോ അതിനകത്ത് ഉണ്ടായിരിക്കും ഇങ്ങോട്ട് അവർ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. പപ്പേഡ എന്ന് പറയുന്നത് നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസിയാണ്. നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ എന്താണെന്ന് കൂടെ നോക്കാം. ഇത് അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അപ്പേഡ പ്രകാരം ഇന്ത്യ ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ലാൻഡ് അണ്ടർ ഓർഗാനിക് ഫാമിംഗ്. വേൾഡില് ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടി സെക്കൻഡ് ലാർജസ്റ്റ് ലാൻഡ് ഉള്ള ആളാണ് ഇന്ത്യ. ഓർഗാനിക് പ്രൊഡക്ട്സിന്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസറും ഇന്ത്യയാണ്. മധ്യപ്രദേശ് ആണ് ലാർജസ്റ്റ് ഏരിയ ഉള്ളത് ഓർഗാനിക് സർട്ടിഫിക്കേഷനിൽ, ഫോളോഡ് ബൈ മഹാരാഷ്ട്ര ഉണ്ട്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഒഡീഷ, സിക്കിം, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, കേരള, കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്. ഓർഗാനിക് പ്രൊഡക്ട്സിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ 2022-23 3.6 മില്യൺ ടൺസ് ആണ് ഇന്ത്യക്കകത്ത്. കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് വെൽക്കംസ് ബംഗ്ലാദേശ് ആസ് 5th മെമ്പർ. അപ്പൊ ബംഗ്ലാദേശിനെ ഒഫീഷ്യലി ഒരു 5th മെമ്പർ ആയിട്ട് സ്റ്റേറ്റ് ഓഫ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവില് വെൽക്കം ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഇന്ത്യ, മൗറീഷ്യസ്, മാലിദ്വീപ്, ശ്രീലങ്ക ഇവരൊക്കെയാണ് ഉള്ളത്. ബംഗ്ലാദേശ് ഇപ്പൊ ജോയിൻ ചെയ്തു into the grouping at the 8th Deputy National Security Advisor level meeting hosted virtually by Mauritius. Mauritiusle virtually ആണ് ഇത് ഹോസ്റ്റ് ചെയ്തത്. സീഷെൽസ് ഒബ്സർവർ സ്റ്റാറ്റസ് കിട്ടി ഈ ഒരു മീറ്റിംഗിൽ. മെമ്പർ സ്റ്റേറ്റ്സ് 7th നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് ലെവൽ മീറ്റിംഗ് ഇന്ത്യയിൽ വെച്ച് ലേറ്റർ ദിസ് ഇയർ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് എന്ന് പറയുന്നത് ട്രൈലാറ്ററൽ ഫോർ മാരിടൈം സെക്യൂരിറ്റി കോർപ്പറേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് ഇന്ത്യയും മാലദ്വീപ്സും ശ്രീലങ്കയും 2011 സ്റ്റാർട്ട് ചെയ്തതാണ്. 2020 മൗറീഷ്യസ് ഇതിലേക്ക് മെമ്പറായിട്ട് ആഡ് ചെയ്യപ്പെട്ടു. ഇതിന്റെ പെർമനന്റ് സെക്രട്ടേറിയറ്റിൽ കൊളംബോ ശ്രീലങ്കയിലാണ് ഉള്ളത്. അത് 2021 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ICICI Prudential launches India's first oil and gas ETF. ICICI Prudential Mutual Fund, ICICI Prudential Nifty Oil and Gas ETF ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഇൻ ദ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ആണിത്. ETF എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത് എക്സാക്ട്ലി ആ നെയിം ഇംപ്ലൈ ചെയ്യുന്നത് പോലെ ട്രേഡ് ഓൺ ഫണ്ട് ദാറ്റ് ട്രേഡ് ഓൺ എക്സ്ചേഞ്ചസ്, എക്സ്ചേഞ്ചസിൽ ട്രേഡ് ചെയ്യുന്ന ഫണ്ടാണ്. ജനറലി സ്പെസിഫിക് ഇൻഡെക്സിന് ട്രാക്ക് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യ TV's Rajat Sharma elected as NBDA president. അപ്പൊ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഡിജിറ്റൽ അസോസിയേഷൻ ആണ് ഈ NBDA എന്ന് പറയുന്നത്. അവര് TV ചെയർമാൻ രജത് ശർമ്മയെ അവരുടെ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അവിനാഷ് പാണ്ഡേനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് രജത് ശർമ്മ വരുന്നത്. Okay. Central Armed Police Force to provide 10% reservation to former Agnivees in recruitments. So, Border Security Force, Central Industrial Security Force, Central Reserve Police Force, Railway Protection Force, Seema Suraksha Bhal. ഇത്രയും ഫോഴ്സുകളാണ് സെൻട്രൽ ഫോഴ്സുകളായിട്ട് വരുന്നത്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് ആയിട്ട് വരുന്നത്. ഇതിനകത്തുള്ള ഇൻഡിവിജ്വൽ ആളുകൾക്ക് ഫോർമർ അഗ്നിവീസിനൊക്കെ റെസ്പെക്റ്റീവ് ഫോഴ്സസിൽ 10% റിസർവേഷൻ കൊടുക്കുകയാണ്. ഇപ്പൊ 10% ജോബ്സ് എന്ന് പറയുന്നത് എക്സ് അഗ്നിവേഴ്സിന് വേണ്ടി റിസർവ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺസ്റ്റബിൾസിന്റെ അപ്പോയിന്റ്മെന്റിലാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ഫിസിക്കൽ ടെസ്റ്റിലും ഇത്തരത്തിലുള്ള ഇവർക്ക് ഏജ് റിലാക്സേഷൻ എക്സെപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് 5 വർഷമാണ് കൊടുക്കുന്നത്. സബ്സിക്വന്റ് ഇയറിൽ ഏജ് റിലാക്സേഷൻ 3 ഇയർ ആയിട്ട് മാറും. എക്സസൈസ് പിച്ച് ബ്ലാക്ക്. അപ്പൊ ഇന്ത്യൻ എയർഫോഴ്സ് റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സ് ബേസ് ഡാർവിൻ ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ബൈനിയൽ എക്സസൈസ് ആയിട്ടുള്ള പിച്ച് ബ്ലാക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ഈ എക്സസൈസ് എന്ന് പറയുന്നത് ഒരു നൈറ്റ് ടൈം ഫ്ലൈയിങ് ആണ്. ഇത് 12th ജൂലൈ മുതൽ 2nd ഓഗസ്റ്റ് വരെയാണ് നടക്കുന്നത്. ഇതിന്റെ ലാർജസ്റ്റ് എഡിഷൻ എന്ന് പറഞ്ഞാൽ 43 ഇയർ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്. ഈ എക്സസൈസിന്റെ 20ഓളം കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. 140 എയർക്രാഫ്റ്റ് വരും. 4400 മിലിറ്ററി പേഴ്സൺസും വേരിയസ് എയർഫോഴ്സിൽ നിന്നുള്ള ആൾക്കാർ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. IAF contingent comprises 150 skilled air warriors. അതിനകത്ത് പൈലറ്റ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ്, ടെക്നീഷ്യൻസ്, എക്സ്പേർട്സ് ഒക്കെ വരുന്നുണ്ട്. Su-30 MKI മൾട്ടി റോൾ ഫൈറ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആകുക. കൂടാതെ C-17 ഗ്ലോബ് മാസ്റ്ററും IL-78 എയർ ടു എയർ റീഫ്യൂലിംഗ് എയർക്രാഫ്റ്റും ഇതിനകത്ത് റോള് വഹിക്കുന്നുണ്ട്. IAF പ്രീവിയസ്ലി 2018 2022 ഈ എഡിഷൻസിൽ പങ്കെടുത്തിരുന്നു. India to sign and ratify High Sea Treaty on Marine Conservation. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് ഹൈ സീ ട്രീറ്റിയിൽ സൈൻ ചെയ്യുകയും റാറ്റിഫൈ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പൊ ഇന്റർനാഷണൽ ട്രീറ്റി അണ്ടർ ദ യുണൈറ്റഡ് നേഷൻസ് കൺസർവേഷൻ ഓൺ ദ ലോസ് ഓഫ് സീ, UN ക്ലോസിന്റെ കീഴിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ് ഈ ഒരു ഹൈ സീ ട്രീറ്റി എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് മറൈൻ ബയോഡൈവേഴ്സിറ്റി ഇന്റർനാഷണൽ കോർപ്പറേഷനിലൂടെ ഹൈ സീയിൽ മറൈൻ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എയിം. ഹൈ സീസ് എന്ന് പറയുന്നത് നാഷണൽ ജുറിസ്ഡിക്ഷൻ ഔട്ട്സൈഡ് കിടക്കുന്ന ഏരിയാസ് ആണ്. ഇപ്പൊ ഏത് കൺട്രിക്കും ബിക്കോസ് ഓഫ് ഇറ്റ്സ് ട്രീസ് ഈസ് നോൺ ആസ് ദ എഗ്രിമെന്റ് ഓൺ ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജുറിസ്ഡിക്ഷൻ. അപ്പൊ ഏത് കൺട്രിക്കും അതിനകത്ത് വരാൻ പറ്റും. അതായത് ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജുറിസ്ഡിക്ഷൻ എന്നുള്ളതാണ് ഈ ട്രീറ്റിയുടെ പ്രത്യേകത. ഇത് ഫോർമലി അഗ്രിമെന്റ് ഓൺ കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് മറൈൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് ഏരിയാസ് ബിയോണ്ട് നാഷണൽ ജുറിസ്ഡിക്ഷൻ എന്ന പേരിലാണ് ഒഫീഷ്യലി അറിയപ്പെടുന്നത്. ഈ ഹൈ സീ ട്രീറ്റി എന്ന് പറയുന്നത് ക്രിട്ടിക്കലി ആണ് നമുക്ക് 30x30 പ്രൊജക്ട് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് സേഫ് ഗാർഡ് 30% ഓഫ് മറൈൻ ഹാബിറ്റേറ്റ് ബൈ 2030. അതാണ് ഈ 30x30 എന്ന് പറയുന്നത്. 2030 ആകുമ്പോഴത്തേക്കും 30% മറൈൻ ഹാബിറ്റേറ്റ് സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഹൈ സീ ട്രീറ്റി എന്ന് പറയുന്നത്. BBNJ എഗ്രിമെന്റ്, ഈ BBNJ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ്, ഇതിന്റെ ഒരു ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് ഏരിയാസ് ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ എന്നുള്ളതാണ്. അതിന്റെ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ലീഗലി ബൈൻഡിങ് ആണ്. 120 ഡേയ്സ് ആഫ്റ്റർ 60 കൺട്രീസ് റാറ്റിഫൈഡ്. 60 കൺട്രീസ് റാറ്റിഫൈ ചെയ്ത 120 ഡേയ്സിന് ശേഷം ഇത് ലീഗലി ബൈൻഡിങ് ആകും. ഇപ്പൊ ജൂൺ 2024 91 കൺട്രീസ് ആണ് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്ത് 8 പേര് അത് റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്.
ഇത് ടിപ്പിക്കലി നാഷണൽ ജൂറിസ്ഡിക്ഷനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 200 നോട്ടിക്കൽ മൈൽസ് ആ സ്ഥലത്ത്, അതായത് 370 കിലോമീറ്റർ നാഷണൽ ജൂറിസ്ഡിക്ഷന്റെ അപ്പുറത്തേക്കുള്ള ഒരു ഏരിയ ആണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കുന്നത്. എക്സ്ക്ലൂസീവ് എക്കണോമിക്സ് ഏരിയാസിന് അല്ലെങ്കിൽ സോണിന് അപ്പുറത്തേക്കുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഹൈസി ആയിട്ടോ ഇന്റർനാഷണൽ വാട്ടർ ആയിട്ടോ ആണ് കണക്കാക്കുന്നത്. ഒരു 67% ഓഫ് വേൾഡിലെ ഓഷ്യൻ എന്ന് പറയുന്നത് നാഷണൽ ബൗണ്ടറീസിനകത്താണ് വരുന്നത്. ഈ ഏരിയനെ ഹൈസി എന്നും ഏരിയാസ് ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഈ ഏരിയ എന്ന് പറയുന്നത് കുറെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ സഫർ ചെയ്യുന്നുണ്ട്. ബയോളജിക്കൽ ലോസ്റ്റ് ഉണ്ട്, പൊല്യൂഷൻ ഉണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്നുണ്ട്, ഓഷ്യൻ അസിഡിഫിക്കേഷൻ, മറ്റ് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ UN എസ്റ്റിമേറ്റ്സ് പ്രകാരം 17 മില്യൺ ടൺസ് ഓഫ് പ്ലാസ്റ്റിക്സ് ആണ് ഈ ഓഷ്യനിൽ 2021 കൊണ്ടുപോയി ഡംപ് ചെയ്തത്. അപ്പൊ ഇത് ഇനി കമ്മിങ് ഇയേഴ്സിൽ ഇത് കൂടാനേ ചാൻസ് ഉള്ളൂ എന്നാണ് പറയുന്നത്. UN ക്ലോസ് എന്താണെന്നും കൂടെ നോക്കാം. UN കൺവെൻഷൻ ഓൺ ലോസ് ഓഫ് സീ എന്നുള്ളതാണ് UN ക്ലോസ്. 1982 വന്നത്. അത് ഇഫക്റ്റീവിലായത് 1994 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനും മറൈൻ ബൗണ്ടറി, മറൈൻ റിസോഴ്സ് റൈറ്റ്, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് UN ക്ലോസ്. 160 കൺട്രീസ് ആണ് റാറ്റിഫൈ ചെയ്തിരിക്കുന്നത്. വേൾഡിലെ ഓഷ്യന്റെ ഫെയർനെസ്സിനും മെയിൻ്റെനൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് വന്നത്. ടെറിട്ടോറിയൽ വാട്ടേഴ്സിനെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ നിന്ന് വേർതിരിക്കുന്ന കാര്യങ്ങളെല്ലാം UN ക്ലോസിന്റെ കീഴിലാണ് വരുന്നത്. ഉത്തരാഖണ്ഡ് റിലീസസ് യൂണിഫോം സിവിൽ കോഡ് റിപ്പോർട്ട്. ഉത്തരാഖണ്ഡില് യൂണിഫോം സിവിൽ കോഡ് അംഗീകരിച്ചിരിക്കുകയാണ്. അതിപ്പോ ജനറൽ പബ്ലിക്കിന് അവൈലബിൾ ആണ്. ഫുൾ റിപ്പോർട്ട് ഓഫ് 1700 പേജസ് ആണ് വരുന്നത്. അത് 4 വോള്യൂംസ് ആയിട്ടാണ് അവൈലബിൾ ആകുന്നത്. ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമിയാണ് ഈ ഒരു 5 മെമ്പർ കമ്മിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന രഞ്ജന ദേശായിനെ ആയിരുന്നു ഹെഡ് ചെയ്തിരുന്നത്. ഈ UCCയുടെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തത്. ഈ UCC എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 44 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് മെൻഷൻ ചെയ്യുന്നത്. അതായത് ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാണ്. യൂണിഫോം സിവിൽ കോഡ് എല്ലാ സിറ്റിസൺസും അക്രോസ് ദി കൺട്രി എല്ലാ സിറ്റിസൺസും എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് അതിൽ പറയുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് നാച്ചുറൽ ഫാമിംഗ് മോഡൽ വിൻസ് ഗുൽബെൻകിയൻ പ്രൈസ്. അപ്പൊ ആന്ധ്രാപ്രദേശിലെ കമ്മ്യൂണിറ്റി മാനേജ്ഡ് നാച്ചുറൽ ഫാമിംഗ് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് അത്. ഋതു സതികാര സംസ്ഥ എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് 7 years എഗോ വന്നതാണ്. അതിനാണ് 2024 ഗുൽബെൻകിയൻ പ്രൈസ് ഫോർ ഹ്യൂമാനിറ്റി ലഭിച്ചത്. അവാർഡ് എന്ന് പറയുന്നത് പോർച്ചുഗൽ ബേസ്ഡ് ആയിട്ടുള്ള കൊളോസ്റ്റി ഗോൾബെൻകിയൻ ഫൗണ്ടേഷൻ ആണ് ഇത് കൊടുക്കുന്നത്. ആനുവലി ഇൻഡിവിജ്വൽസിനും ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി, ക്ലൈമറ്റ് റിസൈലൻസ്, എക്കോസിസ്റ്റം പ്രൊട്ടക്ഷൻ ഇതിനൊക്കെ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഇൻഡിവിജ്വൽസിനൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ് വൈഡ് പ്രോഗ്രാം ആയിട്ടാണ് ഇവരിത് സ്റ്റാർട്ട് ചെയ്തത്. APCNF എന്ന് പറയുന്നത്, അതായത് ആന്ധ്രാപ്രദേശ് കമ്മ്യൂണിറ്റി മാനേജ്ഡ് നാച്ചുറൽ ഫാമിംഗ്. അപ്പൊ ഇത് സ്മോൾ ഹോൾഡർ ഫാമേഴ്സിനെ കെമിക്കലി ഇന്റൻസീവ് ആയിട്ടുള്ള അഗ്രികൾച്ചറിൽ നിന്ന് നാച്ചുറൽ അഗ്രികൾച്ചറിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി റിംഗ് ടു എൻഹാൻസ് ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ ബാങ്കിങ് സെക്യൂരിറ്റി. ഇപ്പൊ സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒരു പുതിയ സെക്യൂരിറ്റി ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ്, സേഫ്റ്റി റിംഗ്. ഇത് ഇന്റർനെറ്റ് ബാങ്കിങ് സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ മൊബൈൽ ബാങ്കിങ് സിസ്റ്റത്തിലും യൂസ് ചെയ്യാം. സൈബർ ഫ്രോഡ് കൂടി വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി ഫീച്ചർ കൊണ്ടുവന്നത്. ഈ മെക്കാനിസം ഒരു അഡീഷണൽ സേഫ്റ്റി ലെയർ ആണ് കൊടുക്കുന്നത്. അതായത് അൺഅതറൈസ്ഡ് ആക്സസ് ഫ്രോഡേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പൊട്ടൻഷ്യൽ ലോസ് മിനിമൈസ് ചെയ്യാൻ ഇതുവഴി സാധിക്കും. സേഫ്റ്റി റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷണൽ ഫീച്ചർ ആണ്. അതായത് കസ്റ്റമേഴ്സിന് ഒരു ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും വിത്ത് റെസ്പെക്ട് ടു ടേം ഡെപ്പോസിറ്റ്, ഓൺലൈൻ ക്ലോഷർ, അതുപോലെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിക്കൊക്കെ വേണ്ടി ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വെക്കാം. അപ്പൊ സേഫ്റ്റി ഫീച്ചർ ആണ്. അപ്പൊ ഇതിൽ കൂടുതൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് റിമൂവ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് സെക്യൂരിറ്റി അലേർട്ട് കൊടുക്കും. ഈ സേഫ്റ്റി ഫീച്ചർ എന്ന് പറയുന്നത് സേഫ്റ്റി റിംഗ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോ എൻഷുർ ദാറ്റ് TD cannot be closed, withdrawn or used for loans beyond the customer defined limit through any digital channels. ഏത് ഡിജിറ്റൽ ചാനൽ വഴിയാണ് കസ്റ്റമർ പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി ലിമിറ്റ് കൂടിയ രീതിയിൽ പോകുന്നുണ്ടോ എന്നുള്ളത് ഇവർ എൻഷുർ ചെയ്യുന്നുണ്ട്. അയർലൻഡ് സർപാസസ് മൗറീഷ്യസ് ഇൻ പ്രിഫേർഡ് FPI ഡെസ്റ്റിനേഷൻസ്. അപ്പോൾ നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററിയുടെ ഡാറ്റ പ്രകാരം മൗറീഷ്യസ് ആയിരുന്നു നമ്മുടെ ഒരു ലീഡിംഗ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യക്ക്. ഇപ്പോ ഇവര് 5th പൊസിഷനിലായി. ഇപ്പോ അയർലൻഡ് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. നെക്സ്റ്റ് മെഡിക്കൽ ഡിവൈസസ് ഇൻഫോർമേഷൻ സിസ്റ്റം മെഡിവിസ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് മെഡിവിസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്.
ഒരു ഫസ്റ്റ് ഗ്ലോബൽ ഓപ്പൺ ആക്സസ് പ്രൊവൈഡ് ചെയ്യാണ് മെഡിക്കൽ ഡിവൈസസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് തരാൻ വേണ്ടിയിട്ട്. ഇത് ഗവൺമെന്റ്സിനെയും അതുപോലെ ഇത്തരത്തിലുള്ള മെഡിക്കൽ ഡിവൈസസ് യൂസ് ചെയ്യുന്നവരെയും റെഗുലേറ്റേഴ്സിനെയൊക്കെ ഇത് സെലക്ട് ചെയ്യുന്നതിലും പ്രൊക്വയർ ചെയ്യുന്നതിലും ഡയഗ്നോസ്റ്റിക്സിലും ടെസ്റ്റിംഗിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ മെഡിവിസ് എന്ന് പറയുന്നത് ഏകദേശം 2301 ടൈപ്സ് ഓഫ് മെഡിക്കൽ ഡിവൈസസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് റീപ്രൊഡക്റ്റീവ്, മെറ്റേണൽ, ന്യൂബോൺ, ചൈൽഡ് ഹെൽത്ത്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ടുള്ള ക്യാൻസർ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഡയബറ്റിസ്, ഇൻഫെഷ്യസ് ഡിസീസസ് ആയിട്ടുള്ള COVID-19 ഇത്തരം ഡിസീസസിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു വൈഡ് റേഞ്ച് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന മെഡിക്കൽ ഡിവൈസസ് ആണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോ മെഡിവിസ് എന്ന് പറയുന്നത് റിക്വയർഡ് ആയിട്ടുള്ള ഡിവൈസ് ടൈപ്പും അതിന്റെ ഹെൽത്ത് കെയർ സിസ്റ്റം സ്കോപ്പും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ നോക്കിക്കൊണ്ട് ആളുകൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ബെൻ സ്റ്റോക്സ് അച്ചീവ്ഡ് ഹിസ്റ്റോറിക് ഡബിൾസ് ഇൻ ടെസ്റ്റ് ആൻഡ് ഇന്റർനാഷണൽ ക്രിക്കറ്റ്. അപ്പൊ ബെൻ സ്റ്റോക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംഗ്ലണ്ട് cricketer and third player to achieve 6,000 runs and 200 wickets in test cricket. അപ്പോ ഓൾറെഡി രണ്ടുപേര് ഓൾറെഡി നേടിയിരുന്നു. മൂന്നാമത്തെ ആളാണ് ബെൻ സ്റ്റോക്സ് എന്ന് പറഞ്ഞു. ബാക്കി രണ്ടുപേര് ഗാരി സോബറും ജാക്കസ് കാലിസും ആണ്. ഫ്രാൻസ് ബാസ്റ്റിലി ഡേ പരേഡ് മീറ്റ്സ് ദ ഒളിമ്പിക്സ് ടോർച്ച് റിലേ ഇൻ എൻ എക്സെപ്ഷണൽ ഇയർ. അപ്പൊ 14th ജൂലൈ എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ ബാസ്റ്റിലി ഡേ ആണ്. ബാസ്റ്റിലി എന്ന് പറയുന്നത് ഒരു പ്രിസൺ ആയിരുന്നു. ആക്ച്വലി ആ പ്രിസൺ ഫോൾ ആയ ഒരു ഡേ ആണ് ഈ നാഷണൽ ഡേ ഓഫ് ഫ്രാൻസ് ആയിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി അവിടെ നിന്നാണ് ഫ്രാൻസിന്റെ റെവല്യൂഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സ് പാരീസിലാണ് നടക്കാൻ പോകുന്നത് 2024. അപ്പൊ ഒളിമ്പിക്സിന് മുന്നോടിയായിട്ട് ഒരു ടോർച്ച് റിലേ ഉണ്ട്. ഈ ടോർച്ച് റിലേയും ഫ്രാൻസിലെ ബാസ്റ്റിലി ഡേയും ഒരേ ദിവസം വന്നിരിക്കുകയാണ്. ഈ ടോർച്ച് റിലേ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിയെയും പീസിനെയൊക്കെ സിംബലൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എല്ലാ ഒളിമ്പിക്സ് വിന്റർ ഗെയിംസിന്റെയും തുടക്കത്തിൽ നടക്കും. ആക്ച്വലി ഇതൊരു ഫൈനൽ കൗണ്ട് ഡൗൺ ആണ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട്. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.